أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. ഏറെ ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, നല്ലവരായ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള നമ്മുടെ ഈ സദുദ്യമത്തെ ഒരു സ്വാലിഹായ കർമ്മമായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. വളരെ സുപ്രധാനമായതും സമൂഹത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അറിവില്ലായ്മയിലൂടെയാണെങ്കിലും വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനുള്ളത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ബുഖാരിയും അതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളും ആ വിമർശനങ്ങളുടെ വസ്തുതകളും വിമർശനങ്ങൾക്കുള്ള മറുപടിയും വിശദീകരണവും ആണ് ഒരു ചെറിയ ഈ ഭാഷണത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ദീനിനെ ഈ ലോകത്ത് നിലനിർത്താൻ ഒരുപാട് അസ്ബാബുകളെ, കാരണങ്ങളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വ്യക്തികളായിരിക്കാം, അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകൾ എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ വാക്കായും പ്രവർത്തനമായും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്ന ആ ഹദീസുകൾ സമാഹരിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാരിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വ്യക്തിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മുഹമ്മദ് ബിനു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം ഇബ്നുൽ മുഗീറത്ത് ബിനു ബർദസ്ബ അൽ ബുഖാരി എന്നാണ്. ഈ പേര് മുഴുവൻ പറയാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ വല്ലിപ്പ കഴിഞ്ഞാൽ, അതായത് വല്ലിപ്പയുടെ വല്ലിപ്പ ഒരു മജൂസിയായിരുന്നു. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസുകളെ വിമർശിക്കുന്ന ആളുകൾ പറയാറുണ്ട്, അദ്ദേഹത്തിന്റെ പരമ്പര മജൂസിയത്തിലേക്ക് ചെന്നെത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. വല്ലിപ്പയുടെ വല്ലിപ്പ മജൂസി ആയിരുന്നു എന്ന കാരണത്താൽ ഇമാം ബുഖാരിക്ക് യാതൊരു തകരാറും സംഭവിക്കാൻ പോകുന്നില്ല.
കർമ്മങ്ങൾ കൊണ്ടാണ് വ്യക്തികൾ നന്നാകുന്നത്. പൂർവ്വ പിതാക്കൾ എന്തായിരുന്നു എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദോഷമായി ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ പിതാക്കന്മാരുടെ പേര് പറയുന്നിടത്ത് കടന്നു വരുന്ന ബർദസ്ബ എന്ന് പറയുന്ന വ്യക്തിയാണ് ബുഖാരിയുടെ വല്ലിപ്പയുടെ വല്ലിപ്പയാണ്. അദ്ദേഹം ഒരു മജൂസിയായിരുന്നു. അങ്ങനെയാണ് ജീവിച്ചത്, അങ്ങനെ തന്നെയാണ് മരിച്ചത്. ആ ബർദസ്ബയുടെ മകനാണ് മുഗീറ, അതായത് ഇമാം ബുഖാരിയുടെ വല്ലിപ്പയുടെ വാപ്പയാണ്. അദ്ദേഹവും തന്റെ പിതാവിനെ പോലെ തന്നെ മജൂസിയായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം മുസ്ലിമായി. ഈ മുഗീറയുടെ മകനാണ് ഇബ്രാഹിം, അതായത് ഇമാം ബുഖാരിയുടെ വല്ലിപ്പ. അദ്ദേഹം എങ്ങനെയായിരുന്നു എന്തായിരുന്നു എന്ന് ചരിത്രത്തിൽ വ്യക്തമല്ല. പിന്നീട് വരുന്നത് ഇസ്മായിലാണ്, അതായത് ഇമാം ബുഖാരിയുടെ വാപ്പ. അദ്ദേഹം സ്വാലിഹായ ഒരു പണ്ഡിതനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, അത്യാവശ്യം സാമ്പത്തിക ശേഷിയെല്ലാം ഉള്ള ആളായിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു പോവുകയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ അതായത് ഇമാം ബുഖാരിയുടെ ഉമ്മയാണ് ബുഖാരിയെ വളർത്തുന്നതും പഠനാവശ്യങ്ങൾക്കായി പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ ആ ഉമ്മയുടെ അനുവാദത്തോടു കൂടിയായിരുന്നു ഇമാം ബുഖാരി പല സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തിരുന്നത്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവിടെ കാണാൻ കഴിയുന്ന വലിയൊരു വസ്തുതയാണ് പ്രഗത്ഭരായ വലിയ വലിയ ആളുകളെയൊക്കെ വളർത്തിയെടുത്ത് ഉമ്മമാരുടെ പങ്ക്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അതേപോലെ ശേഷം വന്ന അമ്പിയാക്കന്മാരുടെ കാലശേഷമുള്ള പരിഷ്കർത്താക്കളായ പ്രഗത്ഭരായ വലിയ വലിയ പണ്ഡിതന്മാരുടെ എല്ലാം ജീവിതം പരിശോധിച്ചാൽ അവരെയെല്ലാം ഇൽമിന്റെ ലോകത്തേക്ക് നീക്കി വെച്ചതും അവർക്ക് വേണ്ടി അധ്വാനിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ ഉമ്മമാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ജീവിതം അങ്ങനെ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ വാപ്പ മരിച്ചതുകൊണ്ട് ഉമ്മയാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. ചെറുപ്പത്തിൽ ഇമാം ബുഖാരിക്ക് കാഴ്ച ഇല്ലായിരുന്നു. കാഴ്ചശേഷി ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് അദ്ദേഹം വളർന്നു വരുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മ ആ മകന് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തുകയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്കത് കാണുവാൻ സാധിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉമ്മ സ്വപ്നം കാണുകയാണ്. സ്വപ്നം അമ്പിയാക്കളല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വഹയൊന്നുമല്ല, അത് ദീനിന്റെ പ്രമാണവുമല്ല. പക്ഷെ ഒരു വ്യക്തി സ്വപ്നം കണ്ട കാര്യം അറിയിക്കുകയാണ്. ഇമാം ബുഖാരിയുടെ ഉമ്മ സ്വപ്നം കാണുകയാണ്. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുകയാണ്, ഖദ് റദ്ദല്ലാഹു അല ബിനിക്കി ബസറഹു ബികസറത്തി ദുആഇകി, നിങ്ങളുടെ കൂടുതലായുള്ള ദുആയുടെ ഭാഗമായി കൊണ്ട് അള്ളാഹു നിങ്ങളുടെ മകന്റെ കാഴ്ച തിരിച്ചു തന്നിരിക്കുന്നു എന്ന്. നേരം പുലർന്നപ്പോൾ ആ ഉമ്മാക്ക് കാണാൻ സാധിച്ചത് ഇമാം ബുഖാരിയുടെ കാഴ്ച തിരിച്ചു കിട്ടിയതായിട്ടാണ്. ഉമ്മമാരുടെയും വാപ്പമാരുടെയും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് എത്രത്തോളം വലിയ ഫലമുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ സംഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിജ്റ 194 ഇമാം ബുഖാരി ജനിക്കുന്നത്. ഹിജ്റ 194 എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തു വർഷം 810 ജൂലൈ 20 അതേപോലെ അദ്ദേഹത്തിന്റെ മരണം ഹിജ്റ വർഷം 256 എന്ന് പറഞ്ഞാൽ 62 കൊല്ലമാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിക്കുന്നത്. ഹിജ്റ 256 അദ്ദേഹം മരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്തു വർഷം 870 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഇമാം ബുഖാരിയുടെ മരണം. ഇസ്ലാമിക ലോകത്ത് ഇന്ന് ഏതൊരു മേഖലയിലും, ഫിഖ്ഹിന്റെ മേഖലയിലാണെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള മതപരമായ ഏത് മേഖലകളിലാണെങ്കിലും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഹദീസുകൾ എന്നുള്ളത്. ഹദീസുകൾ പറയുമ്പോഴൊക്കെ ഏതൊരു ഹദീസ് ഉദ്ധരിക്കുമ്പോഴും ഖാലൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനകൾ എന്നെന്നുമായി പോയിക്കൊണ്ടിരിക്കുന്നത് ആ മഹാനായ പണ്ഡിതനിലേക്കാണ്. ഇന്ന് ചില ആളുകളിലൂടെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ ചോദ്യം ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയെ ആ കിതാബിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഹദീസുകളെ വിമർശിച്ചുകൊണ്ടും ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴായി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാലങ്ങളായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ സംബന്ധിച്ചും പ്രത്യേകിച്ചും അദ്ദേഹം അറബിയല്ല, അദ്ദേഹം റഷ്യക്കാരനാണ്, പിന്നീട് അറബി ഭാഷ പഠിച്ച ആളാണ്. അതുകൊണ്ട് തെറ്റുകൾ വരാൻ ഏറെ സാധ്യതകളുണ്ട്. കൃത്യമായി അറബി അറിയുന്ന ആളല്ല, വിമർശനമാണ്.
അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഹദീസുകൾ എഴുതി വെച്ചിട്ടില്ല. അതൊക്കെ ഇതുപോലെ 150ഉം 200ഉം ഒക്കെ കൊല്ലമായിട്ടാണ് ഹദീസുകൾ എഴുതി വെച്ചത്. അപ്പോ ആ സംഗതികളൊന്നും ശരിയല്ല, ഇമാം ബുഖാരിയുടെ ഹദീസിൽ വന്നതൊന്നും കിതാബിൽ വന്നതൊന്നും ശരിയല്ല എന്ന കാരണം പറഞ്ഞ് വിമർശിക്കുന്ന ആളുകളുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ കൊടുത്ത പല ഹദീസുകളെയും അത് ജൂതന്മാരിലൂടെ കടന്നു വന്നതാണ് എന്ന ആരോപണങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ആരാണ് ഇമാം ബുഖാരി എന്നോ, എന്താണ് സ്വഹീഹുൽ ബുഖാരി എന്നോ, എന്താണ് സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളുടെ സവിശേഷതകൾ എന്നോ, എന്താണ് ഇമാം ബുഖാരിയുടെ മഹത്വം എന്നോ മനസ്സിലാക്കാത്ത ചില യുക്തിയുടെ പിറകെ മാത്രം നടക്കുന്ന, അതല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അത് കേട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ബുഖാരിയിൽ അങ്ങനെ ഉണ്ടത്രേ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ള ആളുകളിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് വിമർശനങ്ങൾ കൊണ്ട് മാത്രമായി നടക്കുന്ന ചില ആളുകളിലൂടെയാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ തിരഞ്ഞെടുക്കുമെന്ന്. വലിയ ഓർമ്മശക്തിയുള്ള, എന്തൊരു കാര്യം കേട്ടാലും വായിച്ചാലും അത് മനസ്സിൽ ഉറച്ചു പോകുന്ന ആ നിലക്ക് കഴിവുള്ള ആളായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം തൻ്റെ ചെറുപ്പം മുതലേ ഹദീസ് പഠനത്തിലേക്കാണ് തിരിയുന്നത്. 10 വയസ്സായപ്പോഴേക്കിനും വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. അങ്ങനെ 10 വയസ്സ് ആകുന്ന സന്ദർഭത്തിൽ തന്നെ കിതാബുകളിലേക്ക് അദ്ദേഹം തിരിയുകയാണ്. വലിയ വലിയ പണ്ഡിതന്മാരായിട്ടുള്ള, തനിക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ എഴുതി വെച്ച ചില കിതാബുകൾ, അതായത് അബ്ദുല്ലാഹിബിൻ മുബാറക്കിൻ്റെയും വക്കീഉ ബിനുൽ ജറാഹിൻ്റെയും തുടങ്ങിയ പണ്ഡിതന്മാരുടെ എല്ലാം കിതാബ് വായിക്കുകയും ആ കിതാബുകൾ ഹിഫ്ളാക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്നു. എപ്പോൾ 10ഉം 11ഉം 12ഉം വയസ്സുള്ള ആ സമയത്ത് ഇമാം ബുഖാരി തന്നെ പറയുകയാണ്, എനിക്ക് ഹിഫ്ളുൽ ഹദീസിനെ അല്ലാഹു തആല ഒരു പ്രത്യേകമായ തൗഫീഖായി തന്നതാണ്. ഹദീസുകൾ കേട്ടാൽ അതിൻ്റെ പരമ്പരകളോടുകൂടി, അതിൻ്റെ സനദോടുകൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ സനദുകളിലെ ആളുകൾ മാറിപ്പോകാതെ അത് പൂർണ്ണമായും മനഃപ്പാഠമാകുന്നതിനൊക്കെ ഒരു തരം ഇൽഹാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്നിട്ടുണ്ട് എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്. നല്ല ഓർമ്മശക്തിയായിരുന്നു എന്ന് സൂചിപ്പിച്ചല്ലോ. ഒരിക്കൽ ബഗ്ദാദിലുള്ള ചില പണ്ഡിതന്മാർ അദ്ദേഹത്തെ പരിശോധിക്കുന്നതിന് വേണ്ടി 100ഓളം ഹദീസുകൾ ഓരോ ഹദീസുകളിലെയും സനദുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഈ ഹദീസിന്റെ സനദ് മറ്റൊരു ഹദീസിന്റെ കൂടെ, ആ ഹദീസിന്റെ സനദ് ഈ ഹദീസിന്റെ കൂടെ, അതിനു പുറമെ ഓരോ സനദുകളിലെയും ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റിമറിച്ച് എന്ന് പറഞ്ഞാൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ മുമ്പിൽ പരീക്ഷണാർത്ഥം വെച്ചുകൊടുക്കുകയും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഓരോ ഹദീസുകളെയും അതിന്റെ സനദ് ഇന്നതാണ്, ഇന്നതിന്റെ സനദ് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സനദുകളിലെയും ആളുകളെ അതിലേക്ക് ചേർത്തുകൊണ്ട് വളരെ കൃത്യമായി അവർക്ക് മുമ്പിൽ വെച്ചുകൊടുക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം തൻ്റെ 16ാമത്തെ വയസ്സായപ്പോൾ ഉമ്മയുടെ കൂടെ, അതേപോലെ തന്നെ തൻ്റെ സഹോദരൻ്റെ കൂടെ ഹജ്ജിന് വേണ്ടി പോവുകയാണ് മക്കയിലേക്ക്. ഹജ്ജ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഉമ്മയും കൂടെ പോയ സഹോദരനും തിരിച്ചു പോരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ തന്നെ താമസമാക്കുകയാണ്. കാരണം മക്കയിലേക്ക് എത്തിയപ്പോൾ അവിടെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ, ഫിഖ്ഹിൽ അറിവുള്ള, ഹദീസുകളിൽ പ്രാഗൽഭ്യമുള്ള വലിയ വലിയ പണ്ഡിതന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം അവിടെ തന്നെ താമസമാക്കി. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം മദീനയിലേക്ക് പോയി. അങ്ങനെ ഒരുപാട് ഉസ്താദുമാരെ, ഒരുപാട് ഷെയ്ഖുമാരെ നേടിയെടുക്കുകയും അവരുടെ കീഴിൽ ഹദീസുകൾ പഠിക്കുകയും ചെയ്ത പണ്ഡിതനാണ് ഇമാം ബുഖാരി. മാത്രവുമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ ഹദീസ് പഠിക്കാൻ വേണ്ടി, ഹദീസ് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ഒട്ടനവധി യാത്രകൾ നടത്തിയിട്ടുണ്ട്. റയ്യ്, അതേപോലെ തന്നെ മർവ്, ബൽഖ്, മിസ്ർ, അസ്കലാൻ, ഹിമ്മസ് തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് ഹദീസുകളെ കുറിച്ച് അറിവുള്ള പണ്ഡിതന്മാർ ഉണ്ടെന്ന് കേട്ടാൽ അദ്ദേഹം അങ്ങോട്ട് യാത്ര പോവുകയാണ്. തൻ്റെ മറ്റുള്ള പ്രയാസങ്ങളോ യാത്രാ ബുദ്ധിമുട്ടുകളോ അതൊന്നും പരിഗണിക്കാതെ ഹദീസുകൾ തേടിക്കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കേൾക്കുവാനും അത് പഠിക്കുവാനും അത് സമാഹരിക്കുവാനുമുള്ള ആവേശത്തോടുകൂടി വ്യത്യസ്തങ്ങളായ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം ബഗ്ദാദിലേക്ക് പലതവണ പോയിട്ടുണ്ട് എന്നാണ്. ബഗ്ദാദിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഉള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ മതസദസ്സുകളിൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പങ്കെടുക്കാറുണ്ടായിരുന്നു. 7 തവണ യാത്ര ചെയ്ത് അവിടെ പോയി ഹദീസുകൾ പഠിക്കുന്നു. ഇമാം ബുഖാരി അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു. 8ാമത്തെ തവണ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിലേക്ക് ചെന്നുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം ഇമാം അഹ്മദ് ബിൻ ഹംബലിനോട് പറഞ്ഞു, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല.
അദ്ദേഹം പറഞ്ഞു, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ ഇങ്ങോട്ട് വരില്ല. അത് പറഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. യാ അബാ അബ്ദല്ലാ തത്റുകുൽ ഇൽമ വന്നാസു തസീറു തത്റുകുൽ ഇൽമ വന്നാസ വതസീറു ഇലാ ഖുറാസാൻ. നീ ഇൽമിനെയും ഇൽമിനെ ആഗ്രഹിക്കുന്ന ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് നീ ഖുറാസാനിലേക്ക് യാത്രയാവുകയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സമാഹരിക്കുന്നിടത്തും ആ ഹദീസുകൾ പഠിക്കുന്നിടത്തും അത് പഠിപ്പിക്കുന്നിടത്തും മുൻഗാമികളായ നമ്മുടെ ഉലമാക്കൾ എത്രത്തോളം താല്പര്യം കാണിച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കുക. ജീവിതത്തിന്റെ ഒരുപാട് സുഖങ്ങളെയും ഒരുപാട് സന്തോഷങ്ങളെയും മാറ്റിവെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്ന് കേൾക്കുമ്പോൾ അതിനുവേണ്ടി സുദീർഘമായ യാത്രകൾ നടത്തി എല്ലാ പ്രയാസങ്ങളും സഹിച്ചുകൊണ്ട് അവിടെ പോയി പഠിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരിയെ കുറിച്ച് ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഈ ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട്. ഏതെങ്കിലും പള്ളികളിൽ ചെന്നിരുന്നു കൊണ്ട്, ഏതെങ്കിലും ദർസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ചെന്നിരുന്നു കൊണ്ട് ഇമാം ബുഖാരി ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടുകയാണ്. ആ ഇമാം ബുഖാരിയെ സംബന്ധിച്ചാണ് ഇന്ന് ഒരു ഹദീസ് കേൾക്കുമ്പോൾ അത് ബുഖാരിയുടെ റിപ്പോർട്ടല്ലേ, അത് ഹദീസ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വചനങ്ങളെ കാലിനടിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന നമ്മുടെ സഹോദരന്മാരുടെ അവസ്ഥ കാണുമ്പോൾ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. ഇസ്ലാമിന്റെ നിലനിൽപ്പ് ഇസ്ലാമിന്റെ പ്രമാണങ്ങളിലൂടെയാണ്. അത് ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് ഹദീസാണ്. ആ പ്രമാണങ്ങളുടെ ഒരു പ്രധാന ഭാഗമായ ഒന്നായ ഹദീസിനെയാണ് ഈ ചവിട്ടി താഴ്ത്തുന്നത് എന്നും ഇതിലൂടെ ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്തൊരു കാര്യമാണോ ലക്ഷ്യം വെച്ചത് അതാണ് നടക്കുന്നത് എന്നും ചിന്തിക്കാനുള്ള ആ ശേഷി പോലും പല ആളുകൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് ഏറെ ഖേദകരമായ വസ്തുതയാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരുപാട് അധ്യാപകന്മാരുണ്ടായി. ഒരുപാട് അധ്യാപകന്മാർ പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹം യാത്ര ചെയ്തതുകൊണ്ട് ആ രാജ്യങ്ങളിലൊക്കെ അധ്യാപകന്മാരാണ്. അതായത് നമ്മൾ സാധാരണ ഹദീസുകളും ഫിഖുകളൊക്കെ പഠിക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന വലിയ വലിയ പേരുകൾ അലി ഇബ്നുൽ മദീനി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, യഹ്യ ബിൻ മഈൻ, ഫദ്ൽ ബിൻ ദുകൈൻ തുടങ്ങിയ പണ്ഡിതന്മാർ എത്രത്തോളം അറിയോ? ചില ആളുകൾ കിതാബ് എഴുതി. ആ കിതാബിന്റെ പേരാണ് അസാമി മശായിഖിൽ ഇമാമിൽ ബുഖാരി. ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരുടെ പേരുകൾ കിതാബിന്റെ പേരാണ്. ഉസ്താദുമാരുടെ പേരുകൾ മാത്രം വെച്ചുകൊണ്ട് കിതാബുകൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. വേറൊരു കിതാബാണ് അസാമി ശുയൂഖുൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ ശൈഖന്മാരുടെ പേരുകൾ. അതേപോലെ ശുയൂഖുൽ ബുഖാരി വ മുസ്ലിം, ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ശൈഖന്മാർ. അപ്പൊ ഇങ്ങനെയുള്ള പേരുകളിൽ കിതാബുകൾ തന്നെ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ 20,000-ഓളം വരുന്ന വലിയ സംഘം ആളുകൾ ശിഷ്യന്മാരായിക്കൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കാലം പഠിച്ച അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യനായിരുന്ന മുഹമ്മദ് ബിൻ യൂസുഫുൽ ഫർബരി അദ്ദേഹം പറയുകയാണ്, സമിഅ സ്വഹീഹ മിനൽ ബുഖാരി മഇ നഹവ മിൻ 70,000. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരി എന്നോടൊപ്പം കേട്ട് പഠിക്കാൻ 70,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ചില ആളുകളൊക്കെ ഇമാം ബുഖാരിയുടെ ഹദീസുകൾ എടുത്തുകൊണ്ട് എന്ത് ഹദീസാണ് ഇതൊക്കെ ബുദ്ധിക്ക് യോജിക്കുന്നതാണോ, ഇതൊക്കെ ഖുർആനിന്റെ ആയത്തുകൾക്ക് എതിരല്ലേ, ഇത് യുക്തികൾക്ക് എതിരല്ലേ, ആധുനിക കാലഘട്ടത്തിന് എതിരല്ലേ എന്നൊക്കെ ചില ആളുകൾ പറയുമ്പോൾ തോന്നിപ്പോകും ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസുകൾ ഇന്നവരെ ആരും കണ്ടിട്ടില്ല, അത് അന്ന് അദ്ദേഹം എഴുതിയിട്ട് അവിടെ ഇങ്ങനെ എടുത്തു വെച്ചതാണെന്ന്. അല്ല, അദ്ദേഹം ആ ഗ്രന്ഥരചന നടത്തിയതിനു ശേഷം ആ ഹദീസുകൾ അദ്ദേഹത്തിന് ശിഷ്യന്മാരെ വായിച്ചു കേൾപ്പിക്കുകയാണ്, തന്റെ അധ്യാപകന്മാരെ വായിച്ചു കേൾപ്പിക്കുകയാണ്, തന്റെ ശൈഖന്മാരെ വായിച്ചു കേൾപ്പിക്കുകയാണ്. അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഇമാം ബുഖാരിയുടെ ആ കിതാബ് ഇറങ്ങുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി എവിടെയെങ്കിലും വരുന്നുണ്ടെന്ന് കേട്ടാൽ ഇദ്ദേഹത്തിന് ശിഷ്യൻ പറയാണ്, അവിടെയെല്ലാം ജനങ്ങൾ തടിച്ചുകൂടും. എത്രത്തോളം ബസ്റയിലെ ഒരു പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം ആരോ വിളിച്ചു പറയുകയാണ്, യാ അഹ്ലൽ ഇൽം, അല്ലയോ അറിവ് ആഗ്രഹിക്കുന്നവരെ, അറിവ് ഇഷ്ടപ്പെടുന്നവരെ, ഖദ് ഖദിമ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ അൽ ബുഖാരി, പള്ളിയിൽ മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ ബുഖാരി വന്നിട്ടുണ്ട്, പള്ളിയിൽ ഇമാം ബുഖാരി വന്നിട്ടുണ്ട്. ആരോ വിളിച്ചു പറയുന്നു. ഇത് കേട്ടപാടെ ജനങ്ങളെല്ലാവരും കൂടി പള്ളിയിലേക്ക് ഓടുകയാണ്. എന്തിനാ? ഇമാം ബുഖാരിയുടെ മുമ്പിലിരിക്കാനും അദ്ദേഹത്തിന്റെ നാവിലൂടെ സനദ് കേൾക്കാനും അദ്ദേഹത്തിന്റെ നാവിലൂടെ ഹദീസ് കേൾക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഹദീസുകളുടെ പരമ്പരകൾ കൃത്യമായി വായിച്ചു കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ കൃത്യമായ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന ദർസിലേക്ക് ആളുകൾ തടിച്ചുകൂടുകയാണ്. ഈ വിളംബരം നടന്നപ്പോൾ ആളുകൾ പറയാ, ഞങ്ങൾ പള്ളിയിലേക്ക് ചെന്നു. പള്ളിയിലേക്ക് ചെന്നപ്പോ അവിടെയുണ്ട് ഒരു ചെറുപ്പക്കാരനായ യുവാവ്. അദ്ദേഹം ആ പള്ളിയിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മജ്ലിസ് തുടങ്ങുന്നു. ബുഖാരിയുടെ
ഇൽമിന്റെ സദസ്സിനെ കുറിച്ച് പറയാണ്. അവിടെ മജ്ലിസ് തുടങ്ങുകയാണ്. അങ്ങനെ മജ്ലിസ് തുടങ്ങി, ആളുകൾ എല്ലാവരും ഇരുന്നു. അന്നത്തെ പണ്ഡിതന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, അവരല്ല വായിക്കുക, മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാര് വിദ്യാർത്ഥികൾ വായിക്കും. എന്നിട്ട് പണ്ഡിതന്മാർ ശർഹ് പറഞ്ഞു കൊടുക്കും, വിശദീകരണം കൊടുക്കും. വായനയിൽ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി കൊടുക്കും. ഇമാം ബുഖാരിയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഹദീസുകൾ ഇങ്ങനെ കൂടെയുള്ള ആളുകൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോൾ ഹദ്ദസനാ ശുഅബ عن منصور وغيره عن سالم بن أبي الجعد عن أنس أن أعرابيا قال يا رسول الله എന്ന് പറയുന്ന ആ ഹദീസിലേക്ക് എത്തുന്ന ആ സനദ് ഇങ്ങനെ വായിച്ചപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒന്ന് നിൽക്ക്. ആ സനദ് വായിച്ചു കേൾപ്പിച്ചപ്പോൾ ഇമാം ബുഖാരി പറയാ, ഒന്ന് നിർത്ത്. ഹാദാ ലൈസ ഇൻദകും, നിങ്ങളുടെ സനദിൽ ഈ വ്യക്തിയില്ല. ഇവിടെ വായിക്കേണ്ടുന്ന സനദിൽ ഈ വ്യക്തിയില്ല. കാരണം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് കേട്ട ആളുകൾ പലരാണ്. ചില സ്വഹാബികൾ ബഗ്ദാദിൽ, ചില സ്വഹാബികൾ കൂഫയിൽ, ചില സ്വഹാബിമാർ മിസ്റിൽ, ചില സ്വഹാബിമാർ മദീനയിൽ. അപ്പോൾ ഓരോ സ്വഹാബികളിൽ നിന്നും ആരാണോ കേൾക്കുന്നത് അതനുസരിച്ച് കൊണ്ട് ആ പരമ്പര വരിക. ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ ബസറയിൽ ഇരുന്നു കൊണ്ട് ഈ ഹദീസിന്റെ സനദ് വായിച്ചപ്പോൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആ വായിച്ച വ്യക്തിയോട് പറയാണ്, നിങ്ങൾ വായിച്ച സനദുണ്ടല്ലോ അത് ഇവിടത്തെ സനദാണ്. ഇവിടത്തെ സനദിൽ മൻസൂറില്ല, മൻസൂർ ഇല്ലാതെ വേണം നിങ്ങൾ വായിക്കാൻ. കാരണം മൻസൂർ വേറെ രാജ്യക്കാരനാണ്, അത് അവിടേക്ക് പോയ ഹദീസിന്റെ സനദിലാണുള്ളത്. അതാണ് ഇമാം ബുഖാരി. ആ ബുഖാരിയെയാണ് ചോദ്യം ചെയ്യുന്നത്. ആ ബുഖാരിയുടെ ഹദീസുകളെയാണ് തോട്ടിലേക്ക് വലിച്ചെറിയണമെന്ന് പറയുന്നത്. ആ ബുഖാരിയെ കുറിച്ചാണ് എന്ത് ബുഖാരി എന്ന് ചോദിക്കുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകന്മാർക്ക് ശൈഖന്മാർക്ക് സംശയം തോന്നുമ്പോൾ, സനദുകളിൽ സംശയം തോന്നുമ്പോൾ സമീപിക്കുന്നത് ബുഖാരിയെ ആയിരുന്നു. ആ സനദിന്റെ വസ്തുത ഒന്ന് ബോധ്യപ്പെടുത്തി കിട്ടാൻ വേണ്ടി, അതിന്റെ സനദുകളിലെ ഇഖ്തിലാഫുകളെ, ഭിന്നതകളെ വ്യക്തമാക്കാൻ വേണ്ടി ഇമാം ബുഖാരിയുടെ ശൈഖന്മാർ അദ്ദേഹത്തിലേക്ക്, ബുഖാരിയിലേക്ക് സമീപിക്കാറുണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഈ ഇമാം ബുഖാരിയുടെ വിദ്യാർത്ഥിയാണ് ഇമാം തിർമിദി, ഇമാം ബുഖാരിയുടെ വിദ്യാർത്ഥിയാണ് ഇമാം മുസ്ലിം, ഇമാം ബുഖാരിയുടെ വിദ്യാർത്ഥിയാണ് ഇബ്നു ഖുസൈമയും അതേപോലെ തന്നെ നസായിയും. അവരൊക്കെ ഹദീസിന്റെ പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമാം ഇബ്നു ഖുസൈമയുടെയും നസായിയുടെയും തിർമിദിയുടെയും ഒക്കെ ഹദീസുകൾ, ഇവരൊക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിദ്യാർത്ഥികളാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ അദ്ദേഹം ഗ്രന്ഥരചനകൾ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളിൽപ്പെട്ട ഒന്നാണ് അദബുൽ മുഫ്രദ്, അതും ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഖുർറത്തുൽ ഐൻ ബിറഫ്ഇൽ യദൈൻ ഫി സ്വലാത്ത്, നമസ്കാരത്തിൽ കൈ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട മസ്അല. ഹനഫി മദ്ഹബിൽ ഈ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത മറ്റു സ്ഥലങ്ങളിലൊന്നും ഈ കൈ ഉയർത്താർ എന്ന ഏർപ്പാട് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വസ്തുത എന്താണ് എന്ന് ഹദീസുകൾ വിശദീകരിച്ചുകൊണ്ട് ഇമാം ബുഖാരി ഒരു കിതാബ് എഴുതി. അതാണ് ഖുർറത്തുൽ ഐൻ ബിറഫ്ഇൽ യദൈൻ ഫി സ്വലാത്ത് എന്ന് പറയുന്ന ആ കിതാബ്. അതേപോലെ തന്നെ ഇമാമിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് മഅ്മൂമുകൾ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ഒരു കിതാബ് രചിച്ചു. അതാണ് അൽ ഖിറാഅത്തു ഖൽഫൽ ഇമാം എന്ന് പറയുന്ന കിതാബ്. അതേപോലെ തന്നെ അത്താരിഖുൽ കബീറും അത്താരിഖുൽ ഔസത്തും അത്താരിഖുസ് സഗീറും ഇതെല്ലാം ഇമാം ബുഖാരിയുടെ കിതാബുകളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായി അദ്ദേഹം എഴുതി വെച്ച ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുവാനുണ്ട്. പല ആളുകളും വിമർശന വിധേയമാക്കുന്നത് ഈ ബുഖാരിയുടെ സഹീഹ് എന്ന് അറിയപ്പെടുന്ന സഹീഹുൽ ബുഖാരിയെയാണ്. എന്തുകൊണ്ടാണ് ആളുകൾ അബൂദാവൂദിനെ എതിർക്കാത്തത്? എന്തുകൊണ്ടാണ് അബൂദാവൂദിനെയും ഇബ്നു മാജയെയും തിർമിദിയെയും മറ്റുള്ള ഹദീസ് പണ്ഡിതന്മാരുടെയും അവർ രചിച്ചിട്ടുള്ള ഹദീസിന്റെ കിതാബുകളെയും എന്തുകൊണ്ടാണ് രചിക്കാത്തത്? എന്തുകൊണ്ടാണ് വിമർശിക്കാത്തത്? എന്തുകൊണ്ടാണ് എതിർക്കാത്തത്? ലോകത്ത് പണ്ഡിതന്മാരുടെ സർവസമ്മതമുള്ള ഒരു കിതാബാണ് സഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ബുഖാരിയിലുള്ള ഹദീസുകൾ ശരിയല്ല എന്ന് സമൂഹത്തിലേക്ക് അങ്ങോട്ട് ആശയം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അബൂദാവൂദിന്റെ കാര്യം പറയാനില്ലല്ലോ, പിന്നെ തിർമിദിയുടെ കാര്യം പറയാനില്ലല്ലോ എന്ന ആ വലിയ ഒരു ആയുധം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ആർക്കെതിരെ കുതിര കയറുന്നത്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്കെതിരെ കുതിര കയറുന്നത്. ചിലപ്പോൾ ബുഖാരിയുടെ മുഴുവൻ പേര് എന്ത് എന്ന് പോലും അറിയാത്ത, എന്താണ് ബുഖാരിയുടെ മുഴുവൻ പേരെന്ന് പോലും അറിയാത്ത, കേൾക്കാത്ത ആളുകളാണ് ബുഖാരിക്കെതിരെ, അത് ബുഖാരിയല്ല ആരുദ്ധരിച്ചാലും ഞാൻ സ്വീകരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും വിമർശിക്കാറുള്ളത്. ഇമാം ബുഖാരിയുടെ ആ കിതാബിന്റെ മുഴുവൻ പേര് അൽ ജാമിഅ അൽ മുസ്നദ് അസ് സഹീഹ്, അതായത് അൽ ജാമിഉ അൽ മുസ്നദ് അസ് സഹീഹ് അൽ മുഖ്തസർ മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വസുനനിഹി വഅയ്യാമിഹി. ഇതാണ് ആ കിതാബിന്റെ മുഴുവൻ പേര്. സാധാരണ സ്വഹീഹുൽ ബുഖാരി എന്ന് പറയാറുള്ളൂ. അൽ ജാമിഉൽ മുസ്നദു സ്വഹീഹുൽ മുഖ്തസറു മിൻ ഉമൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസുനനിഹി വഅയ്യാമിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവസങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമങ്ങൾ, പ്രവാചകരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള മുഖ്തസർ, അതിന്റെ ഷോർട്ട്. അതോ സഹീഹായ നിലക്ക് മാത്രമുള്ളത് അസ്സഹീഹ്. അൽ മുസ്നദ് സനദുള്ളത് എന്ന് പറഞ്ഞാൽ പരമ്പര കൃത്യമായ പ്രവാചകനിലേക്ക് എത്തുന്നത്. അൽ ജാമിഅ സമാഹരിക്കപ്പെട്ടത്. അപ്പോൾ സനദുകളുള്ള സ്വഹീഹായിട്ടുള്ള മുഖ്തസറായ നിലക്ക് പ്രവാചകന്റെ വാക്കുകളെയും പ്രവാചകന്റെ ദിനങ്ങളെയും പ്രവാചകന്റെ നടപടിക്രമങ്ങളെയും സമാഹരിച്ച ഗ്രന്ഥം, അതാണ് സ്വഹീഹുൽ ബുഖാരിയുടെ മുഴുവൻ കിതാബിന്റെ പേര്. അദ്ദേഹം 6 ലക്ഷത്തോളം വരുന്ന ഹദീസുകൾ സമാഹരിച്ച് ആ ഹദീസുകളിൽ നിന്നാണ് ഈ സ്വഹീഹുൽ ബുഖാരി അദ്ദേഹം സമാഹരിക്കുന്നതും ക്രോഡീകരിക്കുന്നതും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും സ്ഥലത്ത് ഒരു ഹദീസ് ഉണ്ടെന്ന് കേട്ടാൽ അദ്ദേഹം അങ്ങോട്ട് യാത്ര ചെയ്യും. 2 മാസം, 2.5 മാസം, 3 മാസം. വാഹനങ്ങളില്ല, ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളില്ല. വഴിയിൽ വെച്ചുകൊണ്ട് ഭക്ഷണം ഒരുക്കിത്തരാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ആരും പറയാനില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുകയാണ് 3 മാസം. എന്നിട്ട് അവിടെ എത്തിയിട്ടോ ആ ഹദീസ് തരുന്ന ആളെ കുറിച്ച് അദ്ദേഹം മോശമാണ്, ആള് ശരിയല്ല എന്ന് കേട്ടാൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് 3 മാസത്തെ യാത്ര. അതായിരുന്നു ഇമാം ബുഖാരിയുടെ അധ്വാനം. നമ്മുടെ മുമ്പിൽ റവാഹുൽ ബുഖാരി എന്ന് പറഞ്ഞു വായിക്കുമ്പോൾ ഇമാം ബുഖാരി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു വായിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്. പക്ഷേ അതൊക്കെ സമാഹരിക്കുവാനും ശേഖരിക്കുവാനും അവർ സഹിച്ച ത്യാഗങ്ങൾ എത്രത്തോളമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ചില ആളുകളിൽ നിന്ന് നേരിട്ട് ഹദീസ് കേൾക്കും. എന്താ ഹദീസ് കേൾക്കുന്നത്? അദ്ദേഹത്തിനോട് ഇന്ന ആള് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇമാം ബുഖാരി ചോദിക്കുക, ആ ആളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോവുകയാണ് നേരിട്ട് കാണാൻ. ആ വ്യക്തിയോട് ചോദിക്കുന്നു, ഇതെവിടുന്നാ കിട്ടിയത്? എനിക്ക് ഇന്ന ഉസ്താദ് പറഞ്ഞതാ. ആ ഉസ്താദ് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. അങ്ങോട്ട് പോവുകയാണ്. ജീവിച്ചിരിക്കുന്നിടത്തോളം ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി ഒരു ഹദീസിന്റെ വിഷയത്തിൽ നമ്മളെന്താ പറയാ, അത് ഒരു ഹദീസല്ലേ എന്നല്ലേ. ഒരു ഹദീസിന്റെ വിഷയത്തിൽ അത്രത്തോളം ത്യാഗങ്ങൾ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ 6 ലക്ഷത്തോളം ഹദീസുകൾ സമാഹരിച്ച് അതിൽ നിന്ന് കടഞ്ഞെടുത്തുകൊണ്ടാണ് ചില നിബന്ധനകൾ വെച്ചുകൊണ്ട് സ്വഹീഹായ ഹദീസുകൾ മാത്രം, ലഈഫായത് ഞാൻ ഇതിൽ ശേഖരിക്കുകയില്ല, സ്വഹീഹായ ഹദീസുകൾ മാത്രം, അതിന് ചില നിയമങ്ങൾ ഉണ്ടാക്കി, ചില വ്യവസ്ഥകൾ ഉണ്ടാക്കി, ഇന്ന ഷർത്തുകളും നിബന്ധനകളും ഉണ്ടെങ്കിൽ ഈ ഹദീസ് സ്വഹീഹാണ് എന്ന നിയമത്തോടുകൂടി അങ്ങനെ പണ്ഡിതന്മാർ അംഗീകരിച്ച, ഭൂരിപക്ഷ ജംഹൂറുൽ ഉലമ അംഗീകരിച്ച ആ നിയമങ്ങളും പിന്നെ ഇമാം ബുഖാരിയുടേതായ പ്രത്യേകമായ ചില വ്യവസ്ഥകളും അത് വെച്ചുകൊണ്ട് സ്വഹീഹാണെന്ന് ബോധ്യപ്പെട്ട ഹദീസുകളാണ് ഈ 6 ലക്ഷം ഹദീസുകളിൽ നിന്ന് അദ്ദേഹം തന്റെ കിതാബിൽ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ബുഖാരി തന്റെ സ്വഹീഹ് രചിക്കാൻ തുടങ്ങിയത്? ചരിത്രം വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഉസ്താദായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി അദ്ദേഹം ചോദിക്കുകയാണ് ഇമാം ബുഖാരിയോട്, ലൗ ജമഅതും കിതാബൻ, നിങ്ങൾ ഒരു കിതാബ് രചിച്ചിരുന്നെങ്കിൽ, മുഖ്തസറൻ, മുഖ്തസറായിക്കൊണ്ട്, ലി സ്വഹീഹി സുന്നത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അധ്യാപകൻ, ഒരു പണ്ഡിതൻ തന്റെ ശിഷ്യനോട്, ഈ ഇസ്ഹാഖ് ഇബ്നു റാഹവയുടെ കിതാബാണ് പണ്ട് ഇമാം ബുഖാരി വായിച്ചു പഠിച്ചത്. ആ ഇസ്ഹാഖ് ഇബ്നു റാഹവയാണ് ബുഖാരിയോട് പറയുന്നത്, നിങ്ങൾ പ്രവാചകന്റെ ഹദീസുകളെ, പ്രവാചകന്റെ നടപടിക്രമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് അതിനെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് തൻ്റെ മുകളിലുള്ള ഒരാൾ താഴെയുള്ള ഒരാളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇമാം ബുഖാരിയെ കുറിച്ച് ശൈഖന്മാരുടെ മനസ്സുകളിൽ എത്രത്തോളം വലിയ ഒരു ഇൽമിന്റെ സ്ഥാനമാണ് അവർ കൊടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയിരിക്കെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഞാൻ ഒരു ദിവസം റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. ഞാനൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? കഅന്നി വാഖിഫുൻ ബൈന യദൈഹി, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ വബിയദി മിർവഹത്തുൻ, എൻ്റെ കയ്യിലൊരു വിശറി ഉണ്ടായിരുന്നു. അതുബ്ബു അൻഹു, അതുകൊണ്ട് ഞാൻ റസൂലിനെ ഇങ്ങനെ വീശിക്കൊടുക്കുകയാണ്. പ്രവാചകന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വീശുകയാണ്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന, അതിനെക്കുറിച്ച് അറിവുള്ള ചില ആളുകളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ സ്വപ്നം, എന്താണ് അതിന്റെ വിശദീകരണം? അവർ എന്നോട് പറഞ്ഞു, ഇന്നക തദിബ്ബു അൻഹുൽ കദിബ് ഫഹുവ അല്ലദീ ഹമലനി അലാ ഇഖ്റാജി സഹീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് വരുന്ന കളവുകളെ
പ്രവാചകൻ പറഞ്ഞു, പ്രവാചകൻ ചെയ്തു, റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന കളവുകളുണ്ടല്ലോ, ആ കളവുകളെ നിങ്ങൾ പ്രവാചകനിൽ നിന്നും മാറ്റി വെക്കുകയാണ്, അതിനെ നീക്കിക്കളയുകയാണ്. അതാണ് അതിന്റെ വ്യാഖ്യാനമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് സ്വപ്ന വ്യാഖ്യാനം അറിയുന്ന ആളുകൾ പറഞ്ഞു. ഇമാം ബുഖാരി പറയാണ്, ഇതാണ് ആ സ്വഹീഹുൽ ബുഖാരി സമാഹരിക്കുവാനും ആ ഗ്രന്ഥരചന തുടങ്ങുവാനും എനിക്ക് പ്രചോദനമായി മാറിയത്. അങ്ങനെ അദ്ദേഹം ബസ്രയിൽ പോയി താമസിക്കുന്നു. വർഷങ്ങളോളം ഹദീസ് സമാഹരിക്കാനും ഹദീസ് ശേഖരിക്കാനും ബസ്രയിൽ താമസിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും മക്കയിലേക്ക് പോകും, ഹജ്ജ് ചെയ്യും, തിരിച്ചു വരും, വീണ്ടും തൻ്റെ ഗ്രന്ഥരചന തുടരും. അങ്ങനെ 16 കൊല്ലത്തെ അധ്വാനം. 1-2 ദിവസങ്ങളല്ല. നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പുസ്തകം എഴുതാൻ ആരെങ്കിലും പറഞ്ഞാൽ ഏറിയ 1-2 മാസം ഇരിക്കും. വല്ലാതെ തിരക്കുള്ള സമയമാണെങ്കിൽ കുറച്ച് 3-4-5 മാസങ്ങൾ ഇരിക്കും ഒരു പുസ്തകം എഴുതാനും. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ 16 കൊല്ലത്തെ അധ്വാനമാണ്, 16 കൊല്ലത്തെ ജീവിതമാണ് ആ സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബ്. അതിന്റെ തുടക്കം കുറിക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ്, മക്കയിലെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് ഇമാം ബുഖാരി അതിന്റെ തുടക്കം കുറിക്കുന്നത്. അദ്ദേഹം പറയുന്നു, സ്വന്നഫ്തു കിതാബി ഹാദാ ഫിൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ രചന തുടങ്ങുന്നത്. ഒമാ അദ്ഖൽതു ഫീഹി ഹദീസൻ, ഞാൻ അതിലേക്ക് ഒരു ഹദീസും കൊടുത്തിട്ടില്ല. ഹബ്തസ്തഖർതുല്ലാഹ, ഞാൻ ദുആഉൽ ഇസ്തിഖാറ നടത്തിയിട്ടല്ലാതെ. അപ്പോൾ എത്രത്തോളം ഇസ്തിഖാറയുടെ പ്രാർത്ഥന അദ്ദേഹം നിർവഹിച്ചു, അല്ലാഹുവിനോട് ഖൈറിനെ ചോദിച്ചിട്ടല്ലാതെ. വസല്ലൈതു റകഅതൈനി, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ടല്ലാതെ. വതയഖൻതു സിഹ്ഹതഹു, ആ ഹദീസിന്റെ സിഹ്ഹത്ത് ഉറപ്പുവരുത്തിയിട്ടല്ലാതെ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇസ്തിഖാറ നടത്തി, 2 റക്അത്ത് നമസ്കരിച്ചു, അതേപോലെ ഹദീസ് സ്വഹീഹാണെന്ന് ഉറപ്പുവരുത്തി. അങ്ങനെയാണ് ബുഖാരിയിലുള്ള എല്ലാ ഹദീസുകളും അദ്ദേഹം സമാഹരിച്ചതും അദ്ദേഹം അത് ക്രോഡീകരിച്ചത് എങ്കിൽ അദ്ദേഹം എത്രത്തോളം ആ വിഷയത്തിൽ പ്രാർത്ഥനകൾ നിർവഹിച്ചു എന്നുകൂടി മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹം അതിനുള്ള അധ്യായങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇമാം ബുഖാരിയുടെ അധ്യായങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കിതാബുകളിൽ ഒരു അധ്യായം കാണുന്നത് പോലെയല്ല. ഇമാം ബുഖാരിയുടെ അധ്യായങ്ങളും ആ അധ്യായത്തിന് താഴെ വരുന്ന ഹദീസുകളും തമ്മിലുള്ള വലിയ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ ചിലപ്പോൾ സാധാരണക്കാരനായ ഒരാൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. വലിയ ഇൽമിയായ ഫിഖ്ഹിയായ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഹദീസും അധ്യായവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കിതാബ് എടുത്തിട്ട് ബാബുൽ അദാൻ, അദാനിൻ്റെ അധ്യായം, ബാങ്കിൻ്റെ അധ്യായം എന്ന് പറയുമ്പോൾ അതിൻ്റെ താഴെ കുറേ ഹദീസുകൾ വന്നിട്ട് നമുക്കത് വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ ബുഖാരി സംബന്ധിച്ചിടത്തോളം വളരെ ത്യാഗം അവിടെ വന്നിട്ടുണ്ട്. അതെന്താ? പല സ്ഥലങ്ങളിലെ ഹദീസുകൾ, എത്ര ഹദീസ് പരിശോധിക്കണം. ഒരു അധ്യായം കൊടുക്കുമ്പോൾ ആ അധ്യായവുമായി ബന്ധമുള്ള ഹദീസുകൾ ഏതൊക്കെയെന്ന് പരതണ്ടേ, അതൊക്കെ അന്വേഷിക്കണ്ടേ, അതൊക്കെ കണ്ടുപിടിക്കണ്ടേ, എന്നിട്ട് അത് ഇവിടെ എടുത്തു കൊടുക്കണം. അടുത്ത അധ്യായം കൊടുക്കുമ്പോഴോ ആ അധ്യായവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഏതൊക്കെ കണ്ടുപിടിക്കണ്ടേ, അധ്വാനിക്കണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, അധ്യായം വായിക്കുക ഹദീസ് വായിക്കുക നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഈ അധ്യായത്തിന് താഴെ ഈ ഹദീസുകൾ എങ്ങനെ വന്നു, എത്രത്തോളം അദ്ദേഹം പണിയെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ അദ്ദേഹം ആ ഗ്രന്ഥത്തിന്റെ രചന പൂർത്തിയാക്കി. അദ്ദേഹം പറയാണ്, ഈ ഗ്രന്ഥത്തിലെ ഹദീസുകൾക്ക് ഞാൻ അധ്യായം കൊടുക്കാൻ തുടങ്ങിയത് മിൻ ബൈന ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മിംബരിഹി വകാന യുസല്ലി ലികുല്ലി തർജുമ. ഇമാം ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെയും മിമ്പറിന്റെയും അതായത് റൗളയുടെ ഭാഗത്തിരുന്നു കൊണ്ടാണ് ബുഖാരിയുടെ ഹദീസുകൾക്ക് അദ്ദേഹം അധ്യായം കൊടുത്തത്. ആ ഓരോ അധ്യായങ്ങളും കൊടുക്കുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് പ്രത്യേകമായി അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഗ്രന്ഥം എഴുതിയതിനു ശേഷം, അത് പൂർണ്ണമാക്കിയതിനു ശേഷം അദ്ദേഹം അത് പലതവണ സ്വയം വായിക്കുകയാണ്. ഒരു പുസ്തകം എഴുതി സാധാരണ പോലെ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്ന പോലെ കൊടുക്കുകയല്ല, അത് അദ്ദേഹം സ്വയം പലതവണ വായിക്കുകയാണ്. അദ്ദേഹം പലരെയും വായിച്ചു കേൾപ്പിക്കുകയാണ്. ആരെ? ശൈഖന്മാരെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ. പിന്നെയോ അദ്ദേഹത്തിന്റെ ക്ലാസുകളിൽ വന്നിരുന്നു കൊണ്ട് ഹദീസുകൾ കേൾക്കുന്ന ശിഷ്യന്മാരെ, അവരെയെല്ലാം ഹദീസുകൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഇമാം ഉഖൈലി പറയാണ്, ലമ്മ അല്ലഫൽ ബുഖാരി കിതാബഹു സ്വഹീഹ്, ഇമാം ബുഖാരി തന്റെ സ്വഹീഹ് രചിച്ചപ്പോൾ അറളഹു അലാ ഇബ്നിൽ അലബിനിൽ മദീനി വയഹ്യ ഇബ്നു മഈൻ വഅഹ്മദ് ഇബ്നു ഹംബൽ വഗൈരിഹിം, അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെയുള്ള യഹ്യ ഇബ്നു മഈനെ പോലെയുള്ള വലിയ പ്രഗൽഭന്മാരായ ആളുകൾക്ക് മുമ്പിൽ ആ ഹദീസുകൾ വായിച്ചു കേൾപ്പിച്ചു. ഫംതഹനൂഹു, അവർ അത് പരിശോധനാ വിധേയമാക്കി. വകുല്ലുഹും ഖാൽ, ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, കിതാബുക സ്വഹീഹുൻ, നിന്റെ കിതാബ് സ്വഹീഹാണ്, നിന്റെ കിതാബിലെ ഹദീസുകളൊക്കെ സ്വഹീഹാണ്. ചില ആളുകൾ പറഞ്ഞു ഇല്ല അർബഅത്തു അഹാദീസ്, 4 ഹദീസുകൾ ഒഴികെ.
ഇത് പറഞ്ഞിട്ട് ഇമാം ഉഖൈലി പറയാണ് വൽ ഖൗലു ഫീഹാ ഖൗലുൽ ബുഖാരി, എന്നാൽ ഈ 4 ഹദീസുകൾ ഒഴികെ എന്നുള്ള ആ വാക്ക് ശരിയല്ല. കാരണം ഇമാം ബുഖാരി വെച്ച ഷർത്ത് അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഹദീസ് സ്വഹീഹാകാനുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ട് ഇമാം ബുഖാരി പറഞ്ഞത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഉഖൈലി അദ്ദേഹം ഇമാം ബുഖാരിയുടെ ആ ഹദീസിന്റെ സിഹത്തിനെ അംഗീകരിക്കുകയാണ്. ബുഖാരിയിൽ ആവർത്തനത്തോടുകൂടി 7397 ഹദീസുകളുണ്ട് എന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. 7397 ആവർത്തനമില്ലാതെ 2600 ചില്ലറ ഹദീസുകളേ ഉള്ളൂ. അപ്പൊ എന്തിനാ ആവർത്തനം കൊടുക്കുന്നത്? ചിലപ്പോൾ വലിയ ഹദീസുകളായിരിക്കും. ഒരു അധ്യായം കൊടുക്കുമ്പോൾ ആ അധ്യായത്തിന്റെ കീഴിൽ ആ ഹദീസ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ വേറൊരു അധ്യായം കൊടുക്കുമ്പോൾ ആ അധ്യായവുമായി ബന്ധപ്പെട്ട വിഷയം ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്തുണ്ടാവും. അപ്പോ ആ ഹദീസ് വീണ്ടും അവിടെ കൊടുക്കേണ്ടി വരും. അങ്ങനെ ആവർത്തിച്ച് ചിലപ്പോൾ ഹദീസുകൾ കൊടുക്കും. അതുകൊണ്ടാണ് ഇപ്പോ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് അത് 7 സ്ഥലത്തുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് 7 സ്ഥലത്തുണ്ട്. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തുണ്ട്, ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തുണ്ട്, അതേപോലെ തന്നെ റുഖിയയുമായി ബന്ധപ്പെട്ട് തിബ്ബുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തുണ്ട്. അവിടൊക്കെ ഇമാം ബുഖാരി ഹദീസുകൾ വേറെ വേറെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോ ആവർത്തനത്തോടു കൂടിയും ആവർത്തനമില്ലാതെയും പണ്ഡിതന്മാരും എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സുപ്രധാനമായ കാര്യം, സൂചിപ്പിച്ചല്ലോ പല ആളുകളും ബുഖാരിയുടെ ഹദീസുകളെ വിമർശിക്കാറുണ്ട്. അതൊന്നും സ്വഹീഹല്ല, സ്വഹീഹ് അല്ലാത്തതും അതിൽ ഉണ്ട് എന്നൊക്കെ. ലോകത്ത് കഴിഞ്ഞു പോയ ഹദീസിനെ കുറിച്ച് പഠിച്ച, ഹദീസുകളെ കുറിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഇത്തഫഖൽ ഉലമാഉ, ഉലമാക്കളുടെ ഇത്തിഫാഖുണ്ട്. ഇത്തിഫാഖ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയം എന്നാ ഇമാം നവവിയാണ് പറയുന്നത്. എന്താ? അല അന്ന അസ്ഹൽ കുതുബി ബഅദൽ ഖുർആനിൽ അസീസി സ്വഹീഹാൻ, ഖുർആനിന് ശേഷം സ്വഹീഹാൻ ബുഖാരി മുസ്ലിമുമാണ് ലോകത്തെ ഏറ്റവും സ്വഹീഹായ കിതാബ്. വതലഖത്ഹൽ ഉമ്മത്തു ബിൽ ഖബൂൽ, കാലഘട്ടങ്ങൾ സമൂഹങ്ങൾ സ്വീകാര്യതയോടുകൂടി അതിനെ അംഗീകരിച്ചു പോന്നിട്ടുണ്ട്. ഇമാം ദഹബി പറയാണ്, വഅമ്മാ ജാമിഉൽ ബുഖാരി സ്വഹീഹ് ഫഅജല്ലു കുതുബിൽ ഇസ്ലാമി വഅഫ്ളലിഹാ, ഇസ്ലാമിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അഫ്ളലായ കിതാബ് ഇമാം ബുഖാരിയുടെ കിതാബാണ് എന്ന് ഇമാം ദഹബി പറയുന്നു. ഇമാം സഖാവി പറയാണ്, സ്വഹീഹുൽ ബുഖാരി വ സ്വഹീഹു മുസ്ലിം അസഹുൽ കുതുബി ബഅദ കിതാബില്ലാ, അല്ലാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സ്വഹീഹായ കിതാബ് ഇമാം ബുഖാരിയുടെ കിതാബാണ്. ഈ കിതാബ് അന്ന് എഴുതിയിട്ട് അത് അങ്ങനെ ഒരു ഭാഗത്ത് ലൈബ്രറിയിൽ കൊണ്ടുപോയി വെച്ചതല്ല. ഓരോ കാലഘട്ടങ്ങളിലും അതിന്റെ ശറഹുകൾ ഇറങ്ങിയിട്ടുണ്ട്, അതിന്റെ വിശദീകരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പണ്ഡിതന്മാർ ചർച്ചാ വിധേയമാക്കിയിട്ടുണ്ട്. 71ഓളം വരുന്ന ശറഹുകളാണ് ഇമാം ബുഖാരിയുടെ കിതാബിനുള്ളത്. അതിൽപ്പെട്ട പ്രധാന കിതാബുകളാണ് ഫത്ഹുൽ ബാരി ബിശറഹി സ്വഹീഹിൽ ബുഖാരി, അതായത് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ കിതാബ്, അതേപോലെ തന്നെ ഉംദത്തുൽ ഖാരി ഇമാം ഐനിയുടെ കിതാബ്, ഇർഷാദുസ് സാരി ഇമാം ഖസ്തലാനിയുടെ കിതാബ്, അതേപോലെ തന്നെ വേറെയും ചില പണ്ഡിതന്മാര് അൽ കൗകബുദ്ദറാരി, ലാമിഉദ്ദറാരി എന്നൊക്കെ പേരിൽ ഷറഹു ബുഖാരിയുടെ കിതാബിന് ഒരുപാട് ഷറഹുകൾ പിൽക്കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഈ കിതാബ് എഴുതുമ്പോഴും ഇമാം ബുഖാരിയുടെ ഈമാനും ഇമാം ബുഖാരിയുടെ തഖ്വയും ഇമാം ബുഖാരിയുടെ സൂക്ഷ്മതയും നമുക്ക് കാണാൻ സാധിക്കും. എന്താ വിഷയം എന്നറിയോ? അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് റബ്ബിന്റെ മുമ്പിലേക്ക് ചെന്നുകൊണ്ട് ജനങ്ങളെ കുറിച്ച് ഞാൻ ഗീബത്ത് പറഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാകരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഹദീസിന്റെ സിഹത്ത് പറയുമ്പോൾ ഇന്ന ആള് കദ്ദാബാണെന്ന് പറയേണ്ടി വരും, ഇന്ന ആള് മോശക്കാരനാണെന്ന് പറയേണ്ടി വരും, ഇന്ന ആളിന് ഫിസ്ക് ഉണ്ടെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഹദീസിന്റെ വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഗീബത്ത് പറഞ്ഞ ആളാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളുടെ വിഷയത്തിൽ പദപ്രയോഗങ്ങൾ നടത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടിയായിരുന്നു നടത്തിയിരുന്നത്. ഇബ്നു ഹജർ പറയാണ്, വലിൽ ബുഖാരി ഫീ കലാമിഹി അല റിജാലി തവഖിൻ, ഇമാം ബുഖാരി ഹദീസിലെ പരമ്പരയിലെ റിജാലുകളെ, ആളുകളെ കുറിച്ച് പറയുമ്പോൾ വലിയ സൂക്ഷ്മത പാലിച്ചിരുന്നു. തവഖിൻ സായിദുൻ വതഹരിൻ ബലീഗുൻ, മറ്റുള്ള ആളുകളൊന്നും കാണിക്കാത്ത വലിയ ശ്രദ്ധയും വലിയ സൂക്ഷ്മതയും കാണിച്ചിരുന്നു. യദ്ഹറു ലിമൻ തഅമ്മല കലാമഹു വൽ ജർഹ വത്തഅദീൽ, ഹദീസിന്റെ ജർഹ് പറയുമ്പോൾ, അതായത് ഹദീസിന്റെ സഹീഹാകാനുള്ള കാരണങ്ങളും സഹീഹ് അല്ല ആകാതിരിക്കാനുള്ള കാരണങ്ങളും പറയുമ്പോൾ, അപ്പോൾ വ്യക്തികളെ കുറിച്ചാണല്ലോ പറയേണ്ടത്, അതിനെ ജറഹും തഅദീലും എന്ന് പറയാ. അത് പറയുമ്പോൾ ഇമാം ബുഖാരി ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നിട്ട് ഇമാം ഇബ്നു ഹജർ പറയാണ്, ഫഇന്ന അക്സറ മാ യഖൂലു
ഇമാം ബുഖാരി ചില പണ്ഡിതന്മാരെ കുറിച്ച്, ചില ആളുകളെ കുറിച്ച്, സനദിലെ പരമ്പരയിലെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്. എന്ത്? സകതു അൻഹു. അദ്ദേഹം കദ്ദാബ എന്ന് പറഞ്ഞതിന് പകരം, ആള് ഫാസിഖ എന്ന് പറഞ്ഞതിന് പകരം സകതു അൻഹു. ഉലമാക്കൾ ഇയാളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല, ഉലമാക്കൾ ഇയാളെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല. സകതു എന്ന പദപ്രയോഗമാണ് ഇമാം ബുഖാരി ഉപയോഗിച്ചത്. അതല്ലെങ്കിലോ ഫീഹി നളുറുൻ, അദ്ദേഹം പരിശോധനാ വിധേയമാണ്. അദ്ദേഹം സ്വഹീഹാണോ, പറ്റുന്നതാണോ അല്ലാത്തതാണോ പരിശോധനാ വിധേയമാണ്. ഫീഹി നളുറുൻ, അങ്ങനത്തെ പ്രയോഗമാണ് ഉപയോഗിച്ചത്. അതല്ലെങ്കിലോ വതറകൂഹു, ഉലമാക്കൾ അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന പ്രയോഗമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ആളെക്കുറിച്ച് വളരെ ഒരു പ്രത്യക്ഷത്തിൽ മോശമായ പദപ്രയോഗമാണ് എന്ന് തോന്നുന്ന ശൈലിയിലേക്ക് വരാതെ അതുപോലും മാറ്റിവെച്ചുകൊണ്ട് സകതു അൻഹു ഫീഹി നളറുൻ, അതേപോലെ തന്നെ തറക്കൂഹു എന്നുള്ള പ്രയോഗങ്ങളാണ് ഇമാം ബുഖാരി ഉപയോഗിച്ചത്. എന്നിട്ട് ഇബ്നു ഹജർ പറയാണ്, എന്നാൽ ചില ആളുകളെ കുറിച്ച് അനിവാര്യമായി പറയേണ്ടി വരും. വളരെ മോശക്കാരായ ആളുകളുണ്ടാകും, ഇല്ലാത്ത കള്ള ഹദീസുകൾ കെട്ടിയുണ്ടാക്കിയ ആളുകളുണ്ടാകും, അതിലൂടെ ഇസ്ലാമിനെ കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുക. അത് വരാതിരിക്കാൻ ചില ആളുകളെ കുറിച്ച് ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ അത് പറയുമ്പോഴും ഇമാം ബുഖാരി എന്താ ചെയ്തത്? ഇബ്നു ഹജർ പറയാണ്, വഖല്ല അൻ യഖൂല കദ്ദാബ്. കദ്ദാബ് എന്ന പ്രയോഗം ഇമാം ബുഖാരി വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. ഔ വല്ലാഹ്, ഹദീസുകൾ മനഃപൂർവ്വം നിർമ്മിക്കുന്ന ആളുകൾ ആ പ്രയോഗം വല്ലാഹ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. വഇന്നമാ യഖൂൽ, ഇമാം ബുഖാരി പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്, കദ്ദബഹു ഫുലാൻ, ഇന്ന ആള് ഇദ്ദേഹം വ്യാജനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കദ്ദാബ് നേരിട്ട് പറയാണ്ട് അദ്ദേഹം കദിബിന്റെ ആളാണ് എന്ന് ഇന്നയാൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ റമാഹു ഫുലാൻ, ഇന്ന ആള് ഇന്ന പണ്ഡിതൻ അദ്ദേഹത്തെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അതായത് അദ്ദേഹം കദിബിന്റെ ആളാണ് എന്ന സൂചന പണ്ഡിതന്മാർ കൊടുത്തിട്ടുണ്ട്. അത്രത്തോളം സൂക്ഷ്മതയോടുകൂടിയായിരുന്നു ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പദപ്രയോഗങ്ങൾ പോലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇമാം ബുഖാരി അംഗീകരിച്ചു. ആ ബുഖാരിയിൽ ദഈഫായ ഹദീസുകൾ ഉണ്ട് എന്ന് മുൻഗാമികളായ പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല. ചില ആളുകൾ വിമർശന വിധേയമാക്കിയിട്ടുണ്ട്, ഇമാം ദാറഖുത്നിയെ പോലെയുള്ള ചില ആളുകളൊക്കെ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ പറയുന്നത് പോലെ ബുദ്ധിക്കെതിരായ ഹദീസ് ബുഖാരിയിലുണ്ട്, അതുകൊണ്ട് ഞാൻ ബുഖാരിയെ നിഷേധിക്കുന്നു, ബുഖാരിയുടെ ഹദീസിനെ തള്ളുന്നു എന്ന് പറയലല്ല. ബുഖാരിയുടെ ഏതെങ്കിലും ഹദീസുകൾ എടുത്തിട്ട് ഈ ഹദീസുകളെ നിങ്ങൾ അംഗീകരിക്കുമോ, ഈ ഹദീസിനെ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകൾക്കിടയിൽ ആശങ്കയും സംശയങ്ങളും ഉണ്ടാക്കലല്ല. നേരെ മറിച്ച് ഇമാം ബുഖാരിയുടെ പരമ്പരയിൽ വന്ന ആളുകളെ കുറിച്ച് ഇമാം ബുഖാരി പറഞ്ഞ ആ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി വേറെ ചില വീക്ഷണങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് സഹീഹല്ല എന്ന അർത്ഥത്തിൽ ഇമാം ബുഖാരിയെ കുറിച്ച് ഇമാം ദാറഖുത്നിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് വൈജ്ഞാനികമായ നിരൂപണങ്ങളാണ്, അതിന് നഖ്ദുൻ ഇൽമി എന്നാണ് പറയാ, കണ്ണടച്ചുകൊണ്ടുള്ള നിഷേധങ്ങളല്ല. ഇമാം ഷെയ്ഖ് അൽബാനി പോലും, ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ കാര്യം ചർച്ച ചെയ്ത ശേഷം അൽബാനി പറയാണ്, ഞാൻ ബുഖാരിയുടെ ഹദീസിനെ ലഈഫാക്കി എന്നാരും പറയരുത്. അത് അദ്ദേഹവും പറയാൻ തയ്യാറായിട്ടില്ല. പിന്നെ അദ്ദേഹം ചെയ്തത് എന്താണ്? ബുഖാരിയുടെ സനദിൽ ഇന്ന ആൾ വന്നിട്ടുണ്ട്, ആ വ്യക്തി അത്രത്തോളം എൻ്റെ വീക്ഷണത്തിൽ ശരിയല്ല, എന്നാലോ ആ വ്യക്തിക്ക് പകരം വേറെ സനദിൽ വേറെ ആൾ വന്നിട്ടുണ്ട്, ആ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് സഹീഹാണ്. നമ്മളോ ഇന്നത്തെ കാലഘട്ടത്തിലോ ഒരു ഹദീസ് ഉദ്ധരിച്ചു, അപ്പൊ പറയണം അവിടെ ഹിഷാം ശരിയല്ല, ഉർവ ശരിയല്ല. എന്നാ ശരി, അവിടെ ഹിഷാമും വേണ്ട ഉർവയും വേണ്ട, ആ പരമ്പരയിൽ വേറൊരാൾ വന്നു, വേറെ പരമ്പരയിൽ ഉദ്ധരിച്ചു അതേ ഹദീസ്, അപ്പൊ അംഗീകരിക്കോ? ഇല്ല. എന്തേ കാരണം? വിഷയം സിഹിറാണ്, അല്ലെങ്കിൽ വിഷയം കണ്ണാറാണ്. അപ്പൊ അവന് പറ്റാത്തത് ഹിഷാമിനെല്ലാം, അവന് പറ്റാത്തത് സിഹിറിനെയാണ്. ഇവിടെ സിഹിറിനെ പറ്റുമല്ലേ എന്നുള്ള നല്ല വിഷയം. ഹദീസിൽ വന്നതിനെ നിഷേധിക്കുക, ഹദീസിൽ വന്നതിനെ എതിർക്കുക, അതിനെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ലോകം മുഴുവൻ അംഗീകരിച്ച സ്വഹീഹാണെന്ന് ലോകം അംഗീകരിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ, വസ്തുതകളെ തള്ളിപ്പറയുക, ഇതാണ് ഇവിടുത്തെ വിഷയത്തിന്റെ ഗൗരവം. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം നവവി പറയാണ്, അജ്മഅത്തിൽ ഉമ്മ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അജ്മഅത്തിൽ ഉമ്മത്തു, ഉമ്മത്തിന്റെ ഇജ്മാ ഉണ്ട്. ഏത് വിഷയത്തിൽ? അലാ സിഹ്ഹത്തി ഹാദൈനിൽ കിതാബൈനി, ഈ രണ്ട് കിതാബും ബുഖാരി മുസ്ലിമും അത് സ്വഹീഹാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്. വവുജൂബുൽ അമലി ബി അഹാദീസിഹിമാ, ആ രണ്ട് കിതാബിലെയും ഹദീസുകൾ വെച്ചുകൊണ്ട് അമല് നിർബന്ധമാണ്, അതേ തെളിവിന് വേണ്ടി ഉദ്ധരിക്കാവുന്നതാണ് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം ഇബ്നു തൈമിയ പറയാ, ലൈസ തഹ്ത അദീമിസ് സമാഇ കിതാബുൻ, ആകാശത്തിൽ താഴെ ഒരു കിതാബുമില്ല, അസഹു മിനൽ ബുഖാരി വ മുസ്ലിം ബഅദൽ ഖുർആൻ,
ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ബുഖാരിയെ പോലെ മുസ്ലിമിനെ പോലെ സ്വഹീഹായ മറ്റൊരു ഗ്രന്ഥം ആകാശത്തിന് താഴെയില്ല. ഇനി അതിൽ ദഈഫ് ഉണ്ടോ? ഇബ്നു ഹജർ പറയാണ് ചില ആളുകളൊക്കെ ദുർബലത ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽബാനി പറഞ്ഞ ചില കാര്യങ്ങൾ കാണാം. അതായത് ഈ ഹദീസിൽ ഈ പദമല്ല ഇന്ന പദമായിരുന്നു വരേണ്ടിയിരുന്നത്. അതാണ്, അല്ലാതെ ബുദ്ധിക്കെതിരാണെന്നല്ല. ഇന്നത്തെ വിമർശനം അതാണ്. കണ്ണടച്ചുകൊണ്ടും വിഷയത്തെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് ബുദ്ധിക്കെതിരാന്ന് പറയാം, അത് യുക്തിക്കെതിരാന്ന് പറയാം, ഇത് കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്ന് പറയാം, അത് ഖുർആന്റെ ആയത്തിന് എതിരാണെന്ന് പറയാം. അവൻ ഖുർആനും കണ്ടിട്ടില്ല, ഹദീസും കണ്ടിട്ടില്ല. അതാ അതിന്റെ വസ്തുത. ഇമാം അൽബാനി പറഞ്ഞതല്ല, ഈ ഹദീസിൽ ഇവിടെ ഇന്ന പദമാണ് വന്നത്, അവിടെ ശരിക്ക് സനദിൽ ഇന്ന പദമായിരുന്നു വരേണ്ടിയിരുന്നത്. അങ്ങനെയുള്ള ചില വൈജ്ഞാനിക തലങ്ങളിലൂടെയുള്ള നിരൂപണങ്ങളും വിമർശനങ്ങളുമാണ് പണ്ഡിതന്മാർ നടത്തിയത്. അതല്ലാതെ കണ്ണടച്ചു ഒന്നിച്ച് ബുഖാരിയുടെ ഹദീസ് ലഈഫാണ്, അതിൽ ലഈഫ് ഉണ്ട് എന്ന അർത്ഥത്തിൽ ഉലമാക്കൾ സംസാരിച്ചിട്ടില്ല. ഇബ്നു ഹജർ പറയാണ്, അദ്ദേഹം ഫത്ഹുൽ ബാരി എഴുതിയല്ലോ ബുഖാരിയുടെ ശറഹ്, അതിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ പറയാണ് ഖദ് ഇസ്തദ്റക ദാറഖുതനി അലൽ ബുഖാരി വ മുസ്ലിം അഹാദീസ ഇമാം ദാറഖുത്നിയും ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ചില ഹദീസുകൾ എടുത്തുകൊണ്ട് അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. വദാലിക അതിൽ ചിലതിനെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഒരിക്കലും സ്വീകാര്യോഗ്യമല്ല. കാരണം അത് അദ്ദേഹത്തിന്റെ ചില വീക്ഷണങ്ങൾ മാത്രമാണ്. ഒരു ഹദീസ് സ്വഹീഹാകുവാനും ചില ആളുകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സ്വീകാര്യതയെ അംഗീകരിക്കുവാനും ലോകത്തെ ഉലമാക്കൾ എടുത്ത ചില തീരുമാനങ്ങളും ചില ലബുത്തുകളും വ്യവസ്ഥകളുമുണ്ട്. ആ വ്യവസ്ഥയ്ക്ക് എതിരാണ് ദാറഖുത്നി പറഞ്ഞത്. ഇത് പ്രത്യേകം പറയാൻ കാരണം ചില ആളുകളൊക്കെ ഇപ്പൊ ചോദിക്കാറുണ്ട്, ഇമാം ദാറഖുത്നി ബുഖാരിന്റെ ഹദീസിനെ നിഷേധിച്ചിട്ടില്ലേ? നിഷേധിച്ചു എന്നല്ല, അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് പച്ചയായ നിഷേധമാണ്. അൽ ഇൽസാമാത്തു വത്തതബ്ബു എന്ന് പറയുന്ന കിതാബുണ്ട്, അത് 2 വാള്യങ്ങളിലാണ്. അതിൽ ഇമാം ദാറഖുത്നി അത് വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ശേഷം ഇമാം ഇബ്നു ഹജർ പറയാണ് ദാറഖുത്നിയുടെ വിമർശനങ്ങൾ ലഈഫാണ്, ദുർബലമാണ്. ആ വിമർശനങ്ങൾ സ്വീകാര്യോഗ്യമല്ല. മാത്രമല്ല ഫിഖ്ഹിന്റെയും ഉസൂൽ ഫിഖ്ഹിന്റെയും പണ്ഡിതന്മാർ അംഗീകരിച്ചു വരുന്ന പൊതു നിയമം അതനുസരിച്ചുകൊണ്ട് ദാറഖുത്നിയുടെ വിമർശനങ്ങൾ ശരിയല്ല, ബുഖാരി പറഞ്ഞതാണ് ശരി. അതുകൊണ്ട് ഫലാ തഗ്തറ ബിദാലിക, അത്തരം വിമർശനങ്ങൾ കേട്ടുകൊണ്ട് നീ ചതിയിൽപ്പെട്ടു പോകരുത് എന്ന് ഇമാം ഇബ്നു ഹജർ പറയുന്നു. പിന്നെ സഹോദരന്മാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പലപ്പോഴും പറയാനുള്ള കാര്യമാണ്, ബുഖാരിയിൽ പിന്നെ ബുദ്ധിക്കെതിരായ ഹദീസുകളുണ്ട്. ബുദ്ധിക്കെതിരായ ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. നമ്മൾ ആരെ ബുദ്ധിയെ കണക്കിലെടുക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹയിലൂടെ അറിയിച്ച കാര്യങ്ങളെ നമ്മുടെ ചിന്താശേഷി വെച്ചുകൊണ്ട് എങ്ങനെ അത് ബുദ്ധിക്കെതിരാന്ന് പറയാ? മനുഷ്യന്റെ കർണപുടത്തിനും മനുഷ്യന്റെ ശ്രവണശേഷിക്കും പരിധിയുണ്ട് എന്നതുപോലെ അവന്റെ ചിന്താശക്തിക്കും ചിന്താശേഷിക്കും പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമുള്ള ചില അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞു എന്ന് വരാം. അത് ബുദ്ധിക്കെതിരല്ല. മനുഷ്യന് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളാമെന്നില്ല, പ്രത്യക്ഷത്തിൽ അവൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളാമെന്നില്ല. ബുദ്ധിക്കെതിരായ ഒരു കാര്യവും അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ബുദ്ധിയെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വ്യക്തമായ ബുദ്ധിക്ക് ഒരിക്കലും സ്വഹീഹായ ഹദീസ് എതിരാവൂല. സ്വഹീഹായ ഹദീസിന് ഒരിക്കലും വ്യക്തമായ ബുദ്ധി എതിരാവൂല എന്ന് പറഞ്ഞെന്താ? അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഹദീസ് മുമ്പിൽ വെച്ചുകൊണ്ട് ഇത് ബുദ്ധിക്കെതിരാന്ന് വല്ലവനും പറഞ്ഞ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട് എന്നാണ്. ഹദീസ് മുമ്പിൽ വെച്ചിട്ട് ഇത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞാൽ അവന്റെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്, ഹദീസിനല്ല തകരാറുള്ളത് എന്നാ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അവരും ഹദീസ് കണ്ടവരല്ലേ, അവരും ഇമാം ബുഖാരിയുടെ കിതാബുകൾ ചർച്ച ചെയ്തവരല്ലേ, അവരും ഹദീസുകളെ കുറിച്ച് പഠനം നടത്തിയവരല്ലേ. ഇനി നമ്മൾ ഖുർആൻ എടുക്കുക, ഖുർആനിൽ എത്ര വലിയ അത്ഭുതങ്ങൾ അല്ലാഹു തആല പറയുന്നത്, അതൊക്കെ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചു ഉൾക്കൊണ്ടിട്ടാണോ സ്വീകരിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ് അള്ളാഹുവിനോട്, അള്ളാഹുവേ കൈഫ തുഹീൽ മൗത, നീ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? അപ്പൊ അള്ളാഹ് തിരിച്ചു ചോദിക്കുകയാണ്, അവലം തൂമിൻ, എന്താ ഇബ്രാഹിമേ നിനക്ക് വിശ്വാസമില്ലേ? അപ്പൊ ഇബ്രാഹിം നബി തിരിച്ചു പറയാണ്, വിശ്വാസമുണ്ട്, പക്ഷേ വലാകിൽ യത്മഇന്ന ഖൽബി, മനസ്സിനൊരു സമാധാനം ഉറപ്പും കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ആയത്താണല്ലോ, ഇത് ഹദീസ് ആണെങ്കിൽ ബുഖാരിയിലാണെങ്കിൽ എന്താ ഉണ്ടാകുക? കണ്ടോ, ഇബ്രാഹിം നബിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഹദീസ്, വാറോല അങ്ങനെയല്ലേ പറയാ?
ഖുർആനിലായതുകൊണ്ട് രക്ഷപ്പെട്ടു, അതിന് മറുപടി വരേണ്ട ആവശ്യമില്ല. ഇബ്രാഹിം നബി പറയാണ് എൻ്റെ കൽബിന് സ്തുമനീനത്ത് കിട്ടാനാണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞു എന്ത്? ഖുദ് അർബഅതൻ മിനത്വയ്ർ, ഒരു 4 പക്ഷികളെ പിടിക്കുക, എന്നിട്ട് ഓരോന്നിനും കഷ്ണമാക്കിയിട്ട് വ്യത്യസ്ത മലകളുടെ മുകളിൽ കൊണ്ടുപോയി വെക്കുക. ഇബ്രാഹിം നബി അതേപോലെ ചെയ്തു. അവിടെ ഒരു കാല്, ഇവിടെ ഒരു തല, ഇവിടെ ചിറക്, ഓരോ ഭാഗത്തും വേറെ വേറെ വെച്ച് അള്ളാഹ് പറയാം സുമ്മദുഉഹുന്ന, ഇനി ആ പക്ഷിനെ വിളിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്രാഹിം നബി പക്ഷിനെ വിളിച്ചപ്പണ്ട് അവിടുന്ന് കയ്യും ഇവിടുന്ന് കാലും ഇവിടുന്ന് ചിറകൊപ്പാടെ വന്ന് കൂടിയിട്ട് പക്ഷിയായിട്ട് ഇബ്രാഹിം നബിയുടെ മുമ്പ് പാറി ഇങ്ങനെ വന്ന് അള്ളാഹ് പറയാ കദാലിക യുഹ്യില്ലാഹുൽ മൗത, ഇങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കുക. അപ്പോൾ മനസ്സിലായോ? ഇത് ഹദീസാണെങ്കിലോ എന്തൊക്കെ പറയാം, എന്തൊക്കെ പൊട്ടത്തര വിളിച്ച് പിന്നെ പറയാം. അപ്പോൾ അവിടെ ഇതിപ്പോൾ എങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് ആണ് ഉറപ്പിച്ചിട്ടാണ് വിശ്വസിക്കുന്നത്? ഞാൻ അതിൻ്റെ അർത്ഥം ഖുർആനിലെ ബുദ്ധിക്ക് എതിരുണ്ടെന്നല്ല, റബ്ബിന്റെ മഹത്തായ വലിയ കുദ്റത്തും കഴിവുമാണ്. അത് ചിലത് ഖുർആനിൽ കാണിച്ച് പഠിപ്പിച്ചു തരും, ചിലത് ഹദീസിൽ പഠിപ്പിച്ചു തരും. രണ്ടിൻ്റെയും ഉത്ഭവം ഒന്നിൽ നിന്ന് തന്നെയാണ്, അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഓ മിസ്ലഹു മഅഹു, അതേപോലെ വേറൊന്നുണ്ട് എന്നാണല്ലോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് ഹദീസ്. അപ്പൊ ബുദ്ധിക്കെതിരായ ഹദീസ് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിമർശിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല പിന്നെ എല്ലാ ആളുകളുടെയും ബുദ്ധി സഹോദരങ്ങളെ ഒരുപോലെയാ ആണോ? എല്ലാവരും ബുദ്ധി ഒരുപോലെയാ? ഇപ്പം ഞാൻ സ്ത്രീകൾ പറഞ്ഞിട്ട് ക്ഷമിക്കുക, ചിലപ്പം പറയാറുണ്ട് പെൺബുദ്ധി പിൻബുദ്ധി കുറച്ച് കുറവുണ്ടെന്നല്ലേ. അപ്പം ഒരു സ്ത്രീ ഒരു ഹദീസ് വെച്ചിട്ട് ഇത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞാൽ അവളുടെ ബുദ്ധി വെച്ചിട്ട് നടക്കേണ്ടത്. അതേ ഹദീസ് ഒരു ആണ് അവൻ്റെ മുമ്പിൽ വെച്ചിട്ട് നോക്കുമ്പോൾ അവൻ്റെ ബുദ്ധിക്ക് അത് യോജിക്കും, ഇവൾക്ക് യോജിക്കൂല. അപ്പം ആണിന് പറ്റൂല, പറ്റും പെണ്ണിന് പറ്റൂല, അങ്ങനെ ഉണ്ടോ? അപ്പം ആളനുസരിച്ചുകൊണ്ട് ബുദ്ധിയുടെ അവസ്ഥ മാറും. പ്രായം വെച്ച് മാറൂലേ? 25 വയസ്സിലെ ബുദ്ധിയാണോ 40 വയസ്സിൽ? ആ ബുദ്ധിയാണോ 15 വയസ്സിൽ? ഏത് പ്രായത്തിലെ ബുദ്ധി നോക്കിയിട്ട് ഹദീസ് സ്വീകരിക്കേണ്ടത്? ഇതൊക്കെ വിവരക്കട. പ്രവാചകന് പഠിപ്പിച്ച അല്ലാഹു തആല 7 ആകാശങ്ങൾക്കപ്പുറത്തുനിന്ന് ജിബ്രീലിനെ പറഞ്ഞയച്ചുകൊണ്ട് വഹയായി പഠിപ്പിച്ച ആ വിഷയങ്ങളെ നമ്മളെ ബുദ്ധി വെച്ച് അളന്നു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയി വന്നിട്ട് സമൂഹത്തോട് പറഞ്ഞു ഇങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറം പോയി, ഇതൊക്കെ ഉണ്ടായി. അബൂജഹൽ ഇത് കേട്ടപാട് അബൂബക്കറിന്റെ അടുക്കലേക്ക്, അബൂബക്കറെ ഞാൻ പണ്ട് പറഞ്ഞില്ലേ മുഹമ്മദിന് സുഖമില്ല, ഇപ്പം എനിക്ക് ഉറപ്പായി ഭ്രാന്ത് തന്നെയാണ്. അബൂജഹൽ പറഞ്ഞതാ. അപ്പോൾ അബൂബക്കറിനെ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഞാൻ പണ്ട് ഇങ്ങനെ സൂക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നില്ല, അബൂ മുഹമ്മദ് എന്തൊക്കെയോ ഭ്രാന്ത് വിളിച്ച് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ഉറപ്പായി, കണ്ടോ 7 ആകാശങ്ങൾക്ക് അപ്പുറം പോയി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി എന്നൊക്കെ പറയണത്, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന വർത്താനാണോ? അപ്പോൾ അബൂബക്കർ ചോദിക്കുക നബി അങ്ങനെ പറഞ്ഞോ? ഞാൻ അപ്പം അത് കേട്ടിട്ടാ വരുന്നത് എന്ന് അബൂജഹൽ. അപ്പോൾ അബൂബക്കർ പറയാം ആമൻതു വസദ്ദഖ്തു, ഞാൻ വിശ്വസിച്ചു. എന്തേ? ഒരു ഭാഗത്ത് അബൂജഹലിന്റെ അഖ്ലാനിയത്തിന്റെ വഴിയാണ്, മറുഭാഗത്ത് അബൂബക്കറിന്റെ സലഫിയത്തിന്റെ വഴിയാണ്. ഏതു വേണം ഇപ്പൊ തീരുമാനിച്ചോളി. അതല്ലാണ്ട് ഒരു ഹദീസ് കിട്ടിയത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞ തള്ളലല്ല, അത് അബൂജഹലിന്റെ സ്വഭാവമാണ്, അത് അബൂബക്കറിന്റെ സ്വഭാവമല്ല. നമുക്ക് വേണ്ടത് അബൂബക്കറിന്റെ മാർഗമാണ്, അബൂബക്കറിന്റെ മനഹജാണ്. അതിനാ സലഫി മനഹജ് എന്ന് പറയാം. ഹദീസ് സ്വീകരിക്കുന്ന നടത്തുമ്പോൾ അത് ആവശ്യമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം സംഭവങ്ങൾ. ഇപ്പോൾ അൽ ബഖറ ഒരു പശുവുമായി ബന്ധപ്പെട്ട സൂറത്ത്, പശുവിനെ അറുക്കാൻ പറഞ്ഞു. എന്തിനർത്ഥത്? ബനൂ ഇസ്രായേലിൽ ഒരാൾ കൊല്ലപ്പെട്ടു, ആരാ കൊന്നെന്ന് ആർക്കും അറിയില്ല. എല്ലാവരും പറഞ്ഞു ഞാനല്ല. അവസാനം അള്ളാഹ് പറയാ പശുവിനെ അറക്കണം. പശുവിനെ അറുത്തിട്ട് പശുവിന്റെ ഒരു മാംസം കഷ്ണം മുറിച്ചെടുത്തിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളെ എറിഞ്ഞു. മരിച്ചു കിടക്കുന്നോ എണീറ്റ് വന്നിട്ട് പറയണം ഇന്ന ആളാണ് എന്നെ കൊന്നത്. പിന്നെ അയാൾ മരിക്കും ചെയ്ത്. ഇത് ഹദീസിലല്ലല്ലോ ഖുർആനിലല്ലേ, അത് ബുദ്ധിക്ക് വെച്ച് പറഞ്ഞാണ്. അപ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആനിനെ പോലും നിഷേധിക്കുന്നതിലേക്കാണ് ഇത്തരം ചിന്താഗതികൾ പിന്നീട് ചെന്നെത്തുക. അതുതന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ലക്ഷ്യവും. ഹദീസിനെ നിഷേധിപ്പിച്ചിട്ട് ഖുർആനിനെ നിഷേധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് ബുദ്ധിക്കെതിരായ ഹദീസാണ് ബുഖാരിയിൽ, അത് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ള ന്യായത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. അതേപോലെ ഒറ്റ കാര്യം കൂടി പലപ്പോഴും പറയുന്ന കാര്യമാണ്, ബുഖാരിയുടെ ചില ഹദീസുകളൊക്കെ ഖുർആനെതിരാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൻ ഖുർആനിന്റെ ആയത്തും കണ്ടിട്ടില്ല ഹദീസും കണ്ടിട്ടില്ല എന്നാണ്. അതിനൊരു ഉദാഹരണമാണ് ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹ്ർ ബാധിച്ച ഹദീസ്. സിഹ്ർ ബാധിച്ച ഹദീസ് ഖുർആനെതിരാണ്. അപ്പൊ ഖുർആന് എതിരാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഖുർആനിൽ റസൂലിന് സിഹ്ർ ബാധിക്കൂല അത് പറയണം. അങ്ങനെ ഉണ്ടോ ഒരായത്ത്? ഇല്ല. പിന്നെ എന്താ വിഷയം അവിടെ? ഇം തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ, സിഹ്ർ ബാധിച്ച മുഹമ്മദിനെയാണല്ലോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവിടെയുള്ള ചില ലാലിമുകൾ പറഞ്ഞു എന്നാണ്. ആ പറഞ്ഞോ ലാലിം തന്നെയാണ്, അത് എന്നും ലാലിം തന്നെയാണ് അങ്ങനെ പറയുന്ന ആളുകൾ. എന്നാൽ ആ ആയത്ത് ഈ ഹദീസിനെതിരാണോ? അല്ല. എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം. എന്താ ഈ ഇം തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്നുള്ളത്? ഒന്ന് സൂറത്ത് ഇസ്രായിലാണ്, മറ്റൊന്ന് സൂറത്തുൽ ഫുർഖാനിലാണ്. ഈ 2 സൂറത്തും മക്കത്തിറങ്ങിയതാണ്. എന്നാൽ ഹദീസിൽ പറയുന്ന സിഹ്റോ അത് മദീനത്തേക്ക് ഹിജ്റ പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ്.
ഇത് രണ്ടും ബന്ധമില്ല എന്നർത്ഥം. അപ്പൊ പിന്നെ എല്ലാ റജുലും മസ്ഹൂറ എന്ന് പറഞ്ഞതോ മുഹമ്മദ് നബി അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ നാട്ടുകാർ പറഞ്ഞു ഇതെന്തോ സിഹിർബാധയാണ്, ഇതെന്തോ സൂക്കടാണ്, അതൊക്കെ അത്ര കാര്യാക്കണ്ട എന്ന് എല്ലാ നബിമാരെ കുറിച്ചും ആളുകൾ വിമർശിച്ചതുപോലെ മുഹമ്മദ് നബിയെ കുറിച്ചും പറഞ്ഞു. മുഹമ്മദ് നബി തൗഹീദ് പ്രബോധനം ചെയ്തപ്പോ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞപ്പോ നാട്ടുകാർ പറഞ്ഞതാ ഇത് ഭ്രാന്താണ്, ഇത് സിഹിറാണ്. ആ സിഹിർ വേറെ, അതില്ലാത്ത ആരോപണം തന്നെയാണ്. ആ കാരണം എന്താ, അത് സിഹിർ ബാധിച്ചു പറഞ്ഞതല്ല, അത് അള്ളാഹു തആല വഹ്യ് കൊടുത്തതാണ്. എന്നാൽ സിഹിർ ബാധിച്ചു എന്ന് ഹദീസിൽ വന്നതോ ഇന്നഹു മത്ബൂബ് എന്ന് പറഞ്ഞത് അത് ബുഖാരിയിലുള്ള 7 സ്ഥലത്ത്, മുസ്ലിമിൽ, അബൂദാവൂദിൽ, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഉണ്ട്. എന്തുണ്ടായതാ, അത് മദീനത്ത് വന്നതിന് ശേഷം ഉണ്ടായതാ. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല. അപ്പൊ ഈ ആയത്ത് ഹദീസിന് എതിരാണോ? അല്ല. എന്നാ വിമർശിക്കുന്നില്ല? ഉണ്ട്. എന്താ കാരണം? ഓൻ ആയത്തും പഠിച്ചിട്ടില്ല, സബബ് നുസൂലും പഠിച്ചിട്ടില്ല, അതിന്റെ സമയവും കണ്ടിട്ടില്ല, ഹദീസിൽ എന്താ അത് മനസ്സിലാക്കിയിട്ടില്ല. ആരോ പറഞ്ഞു കേട്ടു ബുഖാരിയിൽ ഖുർആൻ എതിരുണ്ട്, അപ്പൊ ഉണ്ട് അവനും പറയാൻ തുടങ്ങി. ഇതാ വസ്തുത. പഠിക്കാൻ പുറപ്പെട്ട വിഷയമൊന്നുമില്ല. കണ്ണ് ഖബർ ശിക്ഷ അത് ഖുർആനിന്റെ ആയത്തിന് എതിരാന്നാ ഇവിടെ എഴുതി വെച്ചത്. എന്താ ഖുർആനില് പരലോകത്തേക്ക് എത്തിയിട്ടാണല്ലോ ഈ രക്ഷാശിക്ഷകളൊക്കെ കൊടുക്കുക. അപ്പൊ ഖബർ തന്നെ ശിക്ഷിക്കുന്നു പറഞ്ഞ ഖുർആനെതിരല്ലേ? അള്ളാഹു അവിടെ ഖുർആനിൽ പരലോകത്തെ കാര്യം പറഞ്ഞു, ഹദീസിൽ ഖബറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അത്രേ ഉള്ളൂ. രണ്ട് കാര്യമാണ്. അങ്ങനെ ഓരോരുത്തരും എതിര് നോക്കി ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണെങ്കിൽ പലതും ഒഴിവാക്കാണ്ട്. ഇപ്പൊ ഖുർആൻ പറഞ്ഞു ഹുരിമത്തു അലൈക്കുമുൽ മൈത്തത്തു, നിങ്ങൾക്ക് ശവം ഹറാമാക്കിയിരിക്കുന്നു. അതിനെതിരല്ലേ മീൻ തിന്നണ മനുഷ്യന്മാരില്ലേ? നിങ്ങൾ ആരാ മീനെ പിടിച്ച് അറക്കല്? എന്നോ ചത്ത മീനല്ലേ കൊണ്ടുവന്ന് തിന്നണത്? അതിനെന്താ തെളിവ്? അത് ഹദീസിലുണ്ട് 2 ശവം ഹലാലാണ്. അതപ്പോ ഖുർആനെതിരല്ലേ? അപ്പൊ അത് അവിടെ എതിരൊന്നാവൂല. തിന്നുന്നിടത്ത് ഖുർആൻ എതിരുമില്ല, ഹദീസിനെതിരൊന്നുമില്ല. ചില വിഷയങ്ങളിൽ മാത്രം നമുക്ക് പറ്റൂല, അതുകൊണ്ട് ഹദീസിന് ആയത്തിനെതിരാണ്. ഇതൊക്കെയാണ് സംഗതി. അപ്പൊ വിഷയം സഹോദരങ്ങളെ വാസ്തവമായി പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചാൽ ഇവിടെ വൈരുദ്ധ്യങ്ങളോ അതില്ലെങ്കിൽ വിമർശനത്തിന് വിധേയമാക്കാവുന്ന വിഷയങ്ങളോ ഒന്നുമില്ല. നമ്മൾ അല്ലാഹു തആല അത്ഭുതകരങ്ങളായ പല സംഗതികളും പഠിപ്പിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ. ഒരു വിഷയത്തിൽ അല്ലാഹു ഹുക്മ പറഞ്ഞു ഇങ്ങനെയാ, റസൂൽ ഹുക്മ പറഞ്ഞു ഇങ്ങനെയാണ്, കേട്ടു, അനുസരിച്ചു. അതിനപ്പുറം അതിനെക്കുറിച്ച് ചോദ്യം ചെയ്തോ നിഷേധിച്ചോ വിമർശിച്ചോ മുന്നോട്ട് പോകേണ്ടുന്ന ഒരു അവസ്ഥയല്ല നമ്മളിൽ ഉണ്ടാകേണ്ടത്. നല്ല നിലക്ക് സ്വഹാബത്ത് പ്രവാചകന്റെ ഹദീസുകളെ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഹദീസുകളെ മനസ്സിലാക്കാം. അതിനാണ് സലഫിന്റെ മനഹജ് എന്ന് പറയാം. അതേപോലെ ഉലമാക്കൾ ചെയ്തു വെച്ച അധ്വാനങ്ങളെ, അവരുടെ പ്രയത്നങ്ങളെ നമ്മൾ മുഖവിലക്കെടുക്കുക. എന്നിട്ട് ഇനി ആ ഹദീസുകൾ ഇവിടെ നിലനിർത്തേണ്ടതും അത് പ്രചരിപ്പിക്കേണ്ടതും അത് പഠിപ്പിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഹദീസ് സെമിനാറിലൂടെയെങ്കിലും ആ ഒരു ഉത്തരവാദിത്വം എന്നിൽ ഉണ്ട് എന്ന ഒരു അർപ്പണ ബോധത്തോടു കൂടി നമ്മൾ ഇറങ്ങിപ്പോകുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ അവതരിപ്പിച്ച സ്വഹീഹ് ബുഖാരി വിമർശനങ്ങളും വസ്തുതകളും എന്ന വിഷയത്തോട് അനുബന്ധിച്ച് ഒരു ചോദ്യം കിട്ടിയിട്ടുണ്ട്. ആ ചോദ്യം എങ്ങനെയാണ്? ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി തൂലുഹു സിത്തൂന ദിറാഅൻ എന്ന് തുടങ്ങുന്ന ഹദീസ് അള്ളാഹുവിന് 60 മീറ്റർ നീളമുണ്ട്, അതേ നീളത്തിൽ അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റസൂലിൻ്റെ പേരിൽ കള്ളം പറഞ്ഞു. അത് ബുഖാരി രേഖപ്പെടുത്തി എന്ന് ഹദീസ് നിഷേധികൾ ജയിൽപ്പിക്കുന്നതിൻ്റെ നിജസ്ഥിതി എന്താണ്? ബഹുമാന്യനായ ഫദലുല്ലാ കുമരി അതിന് മറുപടി പറയും. നേരത്തെ ഞാൻ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില വസ്തുതകളുടെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ് ചില ആളുകൾ ഹദീസുകളെ ഈ നിലക്ക് വിമർശിക്കുന്നത്. അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം കളവ് പറഞ്ഞു എന്ന പ്രയോഗം പലപ്പോഴും വരാറുള്ളത് ചേകനൂരിൻ്റെ ഭാഗത്തു നിന്നാണ്. ചേകനൂർ മുഹമ്മദ് മൗലവി പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ് ജൂത മുനാഫിഖായ അബൂ ഹുറൈറ. അങ്ങനെയൊക്കെയാണ് അയാൾ പറയാം. ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന ആൾ, കാശിന് വേണ്ടി ഹദീസ് എഴുതുന്ന ആൾ എന്നൊക്കെ വിമർശിക്കാറുണ്ട്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ബുഖാരിയുടെയും മാത്രമല്ല ഇമാം മുസ്ലിമിൻ്റെയും ഹദീസാണത്. ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി. ആ അർത്ഥം കൊടുത്തിടത്തും തെറ്റുണ്ട്. അള്ളാഹുവിന് 40 മുഴം നീളമുണ്ട്, ആ രൂപത്തിൽ ആദമിനെ പടച്ചു എന്നല്ല.
ഹദീസിന്റെ പദപ്രയോഗം ഖലഖല്ലാഹു ആദമ, അല്ലാഹു തആല ആദമിനെ സൃഷ്ടിച്ചു, അലാ സൂറത്തിഹി, അവൻ്റെ രൂപത്തിൽ. അപ്പോൾ അവിടെ സൂറത്തിഹി എന്ന് പറയുമ്പോൾ ഹി എന്ന ലമീർ അത് ആരിലേക്കാണ്? അവിടെ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഷെയ്ഖ് അൽബാനിയും പറഞ്ഞത് ആ സൂറത്തിഹി എന്ന് പറഞ്ഞ ആദമിൻ്റെ രൂപത്തിൽ പടച്ചു എന്നാണ്. ആദമിനെ ആദമിൻ്റെ രൂപത്തിൽ പടച്ചു. അപ്പോൾ എന്തിനാ അത് അങ്ങനെ പറഞ്ഞത്? അതാണ് ലഹു സിത്തൂന ദിറാ എന്ന് പറഞ്ഞത്. 60 മുഴം നീളം ഉണ്ടായിരുന്നു. അപ്പം മറ്റു നമ്മളായ ആളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദം നബിക്ക് കൂടുതൽ നീളമുണ്ട്. സ്വർഗത്തെക്കുറിച്ച് പറയുന്നിടത്തും പരാമർശം വരുന്നുണ്ട്. സ്വർഗത്തിൽ ആദം നബിയുടെ വലിപ്പത്തിൽ രൂപത്തിലൊക്കെ ആയിരിക്കും ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആദം നബിയുടെ രൂപത്തിൽ അള്ളാഹു ആദം നബിയെ പടച്ചു എന്നാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകമായ വലുപ്പത്തെ, ആ ഹൈഅത്തിനെ, ആ സൂറത്തിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രയോഗം. അതല്ലാണ്ട് അള്ളാഹു താലക്ക് 60 മുഴം നീളമുണ്ട് അതുപോലെ ആദം നബിയെ പടച്ചു എന്നല്ല. ഇനി രണ്ടാമത്തൊരു വീക്ഷണം, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി, അള്ളാഹു ആദമിനെ തൻ്റെ രൂപത്തിൽ പടച്ചു എന്ന് പറയുമ്പോൾ ആ ഹീ മടങ്ങുന്നത് ആദമിലേക്കല്ല അള്ളാഹുവിലേക്കാണ്. അപ്പം പിന്നെ സിത്തൂന ദിറ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിലേക്കല്ല, അത് ആദം നബിനെ കുറിച്ച് തന്നെയാണ്. അത് വേറെ വിഷയമാണ്. എങ്ങനെ അള്ളാഹുവിൻ്റെ രൂപത്തിൽ ആദം നബിയെ പടച്ചു എന്ന് പറഞ്ഞാൽ അത് വിശുദ്ധ ഖുർആനിലെ എല്ലാ വിഷയങ്ങളും പറഞ്ഞ പോലെ തന്നെ. ഇപ്പം അള്ളാഹിനെ കുറിച്ച് എന്ത് പറഞ്ഞു? സമീ എന്ന് പറഞ്ഞു. അള്ളാഹു സമീ ആണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹ് അലീമാണ്. എന്നാൽ അതേ അള്ളാഹു മനുഷ്യനെ കുറിച്ച് എന്ന് പറഞ്ഞു? വജഅൽനാഹു സമീഅൻ ബസീറ, നാം മനുഷ്യനെ സമീഉം ബസീറുമാക്കിയിട്ടുണ്ട്, കാഴ്ച ശേഷിയുള്ളവൻ, കേൾവി ശേഷിയുള്ളവൻ. എന്നാൽ മനുഷ്യൻ്റെ അള്ളാഹിൻ്റെ സമ പോലെയാണോ? അല്ല. അള്ളാഹിൻ്റെ കേൾവി പോലെയാണോ മനുഷ്യൻ്റെ കേൾവി? അല്ല. അള്ളാഹിൻ്റെ കാഴ്ച പോലെയാണോ മനുഷ്യൻ്റെ കാഴ്ച? അല്ല. അപ്പം നമ്മളെക്കുറിച്ച് നമ്മളെ കൈ എന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹിനെ കുറിച്ചും കൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിൻ്റെ കൈ പോലെയാണോ നമ്മുടെ കൈ? അല്ല. അള്ളാഹുവിൻ്റെ കൈ കമാ യലീഖു ലി അളമത്തിഹി വജലാലിഹി, അവൻ്റെ മഹത്വത്തിന് യോജിക്കുന്ന കൈ അള്ളാഹ്ക്കുണ്ട്. എന്നാൽ മനുഷ്യന് എന്തുണ്ട്? കൈയുണ്ട്. അള്ളാഹിൻ്റെ കൈയും മനുഷ്യൻ്റെ കൈയും ഒന്നല്ല. എന്നതുപോലെ അള്ളാഹു തൻ്റെ രൂപത്തിൽ ആദമിനെ പടച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ് ഹീ മടങ്ങുന്നത്. എന്നാൽ അള്ളാഹിനെ പോലെയാണോ ആദം നബി? അല്ല. അത് അള്ളാഹ് തശ്ബീഹ് നടത്തുക അല്ല, അത് നേരെ മറിച്ച് അള്ളാഹു അള്ളാഹിനെ പരിചയപ്പെടുത്തി. അപ്പോൾ ആദം നബിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും പറഞ്ഞു. ആ വിഷയം പറയുമ്പോൾ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന് എന്തൊന്ന് ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞോ. ഇപ്പം മനുഷ്യന്മാരെ കുറിച്ചും അതേ പ്രയോഗം നടത്തിയിട്ടുണ്ട്. പക്ഷേ രണ്ടും എന്താണ്? വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ ആ ഹീ എന്ന ലമീർ മടങ്ങുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ചോദിച്ച ചോദ്യത്തിൽ വന്നതുപോലെ ആ അർത്ഥം അതിനില്ല. ഏത്? അള്ളാഹ്ക്ക് 60 മുഴം നീളമുണ്ട്, ആ നീളത്തിൽ ആ രൂപത്തിൽ ആദം നബിയെ പടച്ചു എന്നൊരിക്കലും അതിന് അർത്ഥമല്ല. അപ്പം ഇങ്ങനെയാണ് ആ അർത്ഥം എഴുതി വരിക. അങ്ങനെ അർത്ഥം എഴുതി വരുമ്പോൾ സാധാരണ ഒരാൾ കേൾക്കുന്ന ആൾ ചിന്തിക്കും, അതാ ഇപ്പം ബുഖാരിൻ്റെ കഥ, എന്താ ഇപ്പം ബുഖാരിയുള്ളതെന്ന് ഇപ്പം മനസ്സിലാക്കിയോ? ഇല്ല. എന്നാൽ എന്താ സത്യം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കോ? അതുമില്ല. അപ്പം സംഗതി ഇതാണ്, അള്ളാഹിൻ്റെ 60 മുഴം നീളത്തിൽ ആദമിനെ പടച്ചു എന്നല്ല. എന്നുവെച്ചാൽ ഒന്ന് ആദമിൻ്റെ രൂപത്തിൽ ആദമിനെ പടച്ചു, ആദമിൻ്റെതായ ഒരു പ്രത്യേക രൂപത്തിൽ. അതല്ലെങ്കിൽ അള്ളാഹ്ക്ക് രൂപമുണ്ട്, ആദമിന് രൂപമുണ്ട്, പക്ഷെ അള്ളാഹിൻ്റെ രൂപമല്ല ആദമിൻ്റെ രൂപം. അത് തശ്ബീഹല്ല, മുശാബഹത്തല്ല, സാദൃശ്യപ്പെടുത്തലല്ല അവിടെ വരുന്നത്.